ഡോക്ടർ അനിത പറഞ്ഞ പോലെ ഈ വർഷത്തെ ആദ്യത്തെ നമ്മുടെ ക്ലാസ്സാണ് ഈ മലയാളം പ്ലാറ്റ്ഫോമിൽ. അതുകൊണ്ട് ആദ്യമായി ഈശ്വരന് നന്ദി പറയുന്നു. കാരണം എല്ലാം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം എന്ന് പറയുമ്പോൾ GHKയുടെ മുന്നോട്ടുള്ള പോപ്പുലാരിറ്റി കൂടുതൽ കൂടുതൽ ആൾക്കാർ അത് പഠിക്കാനും അത് ജീവിതത്തിലും പ്രാക്ടീസിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വളരെയധികം ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഗ്ലോബൽ GSK 9ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ ഈ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇട്ടതാണ്. ഓൾറെഡി 4 വീഡിയോസ് അപ്ലോഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഗ്ലോബൽ GSK എന്ന് പറയുന്ന വെബ്സൈറ്റിൽ അത് അവൈലബിൾ ആണ്. ഈ ഒരു മാസത്തേക്ക് നമ്മൾ റെഗുലറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ബുധനാഴ്ചത്തെ ക്ലാസ്സും ഞായറാഴ്ചത്തെ ക്ലാസ്സും അത് സസ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. കാരണം ഈ സെലിബ്രേഷന് വേണ്ടിയിട്ട് മുഴുവൻ സമയവും മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഈ ആഘോഷ പരിപാടിയിലേക്ക് നമുക്ക് വളരെ പ്രമുഖരായിട്ടുള്ളവരൊക്കെ നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അതെല്ലാവരും വ്യൂ ചെയ്യണമെന്ന് ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. രണ്ടാമത് ഒരു ആയുർവേദ ഡോക്ടർ, ഷീസ് ഫ്രം ഫ്ലോറിഡ, USA ഫ്ലോറിഡയിൽ നിന്ന് ഒരു ആയുർവേദ ഡോക്ടർ GHKയും ആയുർവേദവും തമ്മിലുള്ള ബന്ധവും അതെങ്ങനെ ആയുർവേദ ഡോക്ടർമാർക്ക് ഉപകാരപ്രദമാകുമെന്നൊക്കെയുള്ള വളരെ സ്റ്റഡീഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്ത് നമുക്ക് തന്നിരിക്കുകയാണ്. അടുത്തത് ആൻഡി ലോക്കി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി മയാമിയിൽ നിന്നാണ്, USA നിന്നാണ്. എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് കാരോളിൻ മക്കളിൻ്റെ കീഴിൽ ഞങ്ങൾ പഠിച്ചത്, GNM പഠിച്ചത്. അപ്പോൾ പുള്ളിക്കാരത്തി വളരെയധികം ഓൾ ഓവർ ദി വേൾഡ് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. പുള്ളിക്കാരത്തിക്ക് മാത്രമായിട്ട് പുള്ളിക്കാരത്തിൻ്റെ ലീഡർഷിപ്പിൽ ഒരു GSK ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി, എങ്ങനെയാണ് നമ്മൾ ഗ്ലോബൽ GSK എന്ന കമ്മ്യൂണിറ്റി തുടങ്ങി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ ആൻഡി ലോക്കി എന്ന് പറയുന്ന ലേഡി, മയാമിയിൽ നിന്നുള്ള ലേഡി, GSK ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു സംഘടന തുടങ്ങി അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് 2 സംഘടനകളെ ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പം നമ്മളൊരു കൊളാബറേഷൻ ഓൾറെഡി നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ആൻറ്റി ലോക്കിമിയേഴ്സ് ഞങ്ങളുടെ മെൻറ്റേഴ്സ് ടീമിൽ ഒരു മെമ്പറാണ്. വളരെ നല്ല ക്ലാസ്സുകളാണ്. പുള്ളിക്കാരത്തിയുടെ ഒരു വീഡിയോയും നിങ്ങൾക്ക് ഇതിൽ കാണാം. അടുത്തത് ഡോക്ടർ സർവേഷ് ഗോയൽ എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ്. ഹീസ് ഫ്രം ഡൽഹി, ഈസ് എ ഹോമിയോപാത്ത്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഡീപ്പായിട്ട്, പെർഹാപ്സ് എന്നെക്കാളും സീനിയറായിട്ട് ഹോമിയോപ്പതി ഡോക്ടറായ അദ്ദേഹം GHK ഉപയോഗിച്ച് തുടങ്ങിയ ഒരാളാണ്. ഡൽഹിയിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ പ്രഡിക്റ്റീവ് ഫോളോവറാണ്, എന്നെ പോലെ എല്ലാവരെ പോലെ. അപ്പോൾ പ്രഡിക്റ്റീവ് ക്ലാസ് ഒക്കെ കൂടിയിട്ട് പുള്ളി വരുന്ന സമയത്ത് ട്രെയിനിൽ വെച്ച് തൊട്ട് മുന്നിൽ ഒരു ലേഡി ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ പുള്ളിക്കാരത്തി ഹാമർ എന്ന് പറയുന്നത് ഒരു ഫോറിൻ ലേഡിയാണ്. അപ്പോൾ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഡോക്ടർ ഹാമറിന്റെ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ഡോക്ടർ ഹാമർ മരണപ്പെട്ടതിന് ശേഷം തുടർന്നുള്ള ചികിത്സ നിങ്ങൾ ഇന്ത്യയിൽ പോയി ചെയ്താൽ മതിയെന്ന് അവിടുന്ന് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലേക്ക് വന്നത്. നമ്മുടെ ഹോമിയോപ്പതിയെ പോലെ തന്നെ വളരെയധികം ആഴത്തിൽ വേര് താഴ്ന്ന് അല്ലെങ്കിൽ വേരിറങ്ങി വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് നമ്മുടെ ഒരു 10-25 പേരുടെ വീഡിയോസ് നിങ്ങൾക്ക് ഈ മാസത്തിൽ ഈ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഇത് നമ്മൾ ഗ്ലോബൽ GHKയുടെ 9ാം വാർഷികമാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മെയ് മാസത്തിലൊരു ആഘോഷമുണ്ട്. ആ സമയത്ത് നമ്മൾ കൂടുതൽ ആൾക്കാരെ കൂടെ പങ്കെടുപ്പിക്കും. കാരണം അത് നമ്മൾ ഹോമിയോപ്പതി ഡോക്ടേഴ്സായ മജോറിറ്റിയും നമുക്കറിയാമല്ലോ, ആദ്യകാലത്തൊന്നും ഉണ്ടായിരുന്ന ഒരു ആഘോഷമല്ല വേൾഡ് ഹോമിയോപ്പതി ഡേ നമ്മൾ April 10 ആഘോഷിച്ച് തുടങ്ങിയത്. അതുപോലെ തന്നെ ഞങ്ങളുടെ നേതൃത്വത്തിലാണ് വേൾഡ് GNM ഡേ എന്ന് പറഞ്ഞാൽ 2022 ആഘോഷിച്ച് തുടങ്ങി. അത് റെഗുലറായിട്ട് നടക്കുകയാണ്. അതിൻ്റെ ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ട് GHK പ്രചരിപ്പിക്കുക, അതിൻ്റെ എന്താ പറയണ്ടേ, ശുദ്ധമായ രീതിയിൽ ജനങ്ങളിൽ എത്തിക്കുക, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ലക്ഷ്യമായിട്ട് നടക്കുന്നത്. അതിന് കൂടെ വളരെ സന്തോഷകരമായ വേറൊരു കാര്യം എൻ്റെ ഹോമിയോപ്പതി സുഹൃത്തുക്കളെ അറിയിക്കാനുള്ളത്, ഞാൻ
ജാനുവരി 23 ഡൽഹിയിലേക്ക് പോകുന്നതും 24 ഒരു ഹോമിയോപ്പതി കോളേജിൽ, അത് മറ്റാരുടെയുമല്ല, നമ്മുടെ ബാക്സൺ, SPX ബക്ഷി എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തും ഞാൻ SICH മെമ്പർ ആയിരുന്നപ്പോൾ ഞങ്ങളുടെ പ്രസിഡന്റുമായിരുന്ന SPS ബക്ഷി, വളരെ സീനിയർ ആയിട്ടുള്ള, നിങ്ങൾക്കറിയാം, ബാക്സൺ എന്ന് പറയുന്നതിൻ്റെ ഉടമസ്ഥനായ അദ്ദേഹം നടത്തുന്ന കോളേജാണ്, നോയിഡയിലാണ്. അവിടുത്തെ കോളേജിലേക്ക് ഒരു ദിവസത്തെ ക്ലാസ്സിന് വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സന്തോഷകരമായ വാർത്തയും അറിയുകയാണ്. എങ്ങനെയാണ് ഹോമിയോപ്പതി കോളേജുകളിലേക്ക് GSKയുടെ പ്രസക്തി എത്തുന്നതെന്നുള്ളത് നിങ്ങളോട് പങ്കുവെക്കാനായിട്ടാണ്. ഇന്ന് വേറൊരു ഇൻവിറ്റേഷൻ ഉണ്ട്. നമ്മുടെ ഒരു അതിൻ്റെ പേര് പറഞ്ഞുപോയി, ക്യാൻസർ ആൻഡ് GSK ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ക്ലാസ് എടുക്കാനായിട്ട് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ സന്തോഷകരമായ ഡെവലപ്മെന്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ അനിത പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണത്, നമുക്ക് ഫലപ്രദമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടട്ടെ എന്ന് പറയുന്നതോടുകൂടി നിങ്ങൾ കൊടുക്കും തോറും ഏറിടുന്ന ഒരു കാര്യമാണ് വിദ്യ അല്ലെ അറിവ് എന്നുള്ളത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരും കൂടെ പഠിക്കട്ടെ. മറ്റുള്ളവരുടെ ഇത് ഫ്രീഡം ഫ്രം ദി ഫിയർ ഓഫ് ഡിസീസ് ആണ്. അപ്പൊ രോഗത്തെക്കുറിച്ചുള്ള ഭയം മാറ്റുക എന്നുള്ളതാണ് ഡോക്ടർ ഹാമറിന്റെ ജീവിത ലക്ഷ്യമായിരുന്നത്. അത് തന്നെയാണ് നമ്മൾ ഏറ്റെടുത്ത് നടക്കുന്നത്. അപ്പം GSK പഠിച്ചാൽ നമുക്ക് ഈ ലോകത്തിലുള്ള ആർക്കും രോഗം എന്ന് പറയുന്നത് എന്തോ ഒരു നെഗറ്റീവാണ്, എന്തോ ഒരു എനിമിയാണ്, എന്തോ ഒരു നമ്മുടെ ശത്രുവാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് മാറ്റിയിട്ട് അതിൻ്റെതായുള്ള മീനിങ്, ബയോളജിക്കൽ മീനിങ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും എന്താണ് രോഗം എന്നുള്ളത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. നിങ്ങളെല്ലാവരും അറിഞ്ഞതുപോലെ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ലിവർ. ലിവറിന്റെ കൂടെ നമ്മൾ ബൈൽ ഡക്ട്സ് പഠിക്കും, ഗോൾ ബ്ലാഡർ പഠിക്കും. ഇത് മൂന്നും കൂടെ ഒരുമിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ലിവറിന് വേറെ ആയിട്ടല്ല, പക്ഷെ GHKയിൽ നമ്മൾ ലിവറിനെ പഠിക്കുമ്പോൾ അത് വ്യത്യസ്തമായ രീതിയിൽ പഠിക്കും. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എംബ്രിയോളജിക്കൽ ഒറിജിനാണ് കാരണം. അപ്പം എന്നോട് കൂടി യാത്ര ചെയ്തിട്ടുള്ള GHK കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ള നിങ്ങൾക്കറിയാം, GHKയിൽ ഏതെങ്കിലും ഒരു അവയവത്തെ പഠിക്കുമ്പോൾ ആ അവയവത്തിന്റെ പല ടിഷ്യൂസ് ഏതെല്ലാം ജെർമിനൽ ലേയേഴ്സിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പഠിക്കാതെ മുന്നോട്ട് പോകാനേ പറ്റത്തില്ല. അത് മനസ്സിലാക്കിയാൽ മാത്രമേ ആ ഒരു പ്രത്യേക ടിഷ്യൂവിന് ഒരു പ്രത്യേക കോൺഫ്ലിക്റ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റിന്റെ ആക്ടിവിറ്റി സ്റ്റേജിൽ, കോൺഫ്ലിക്റ്റിന്റെ റെസൊല്യൂഷൻ, അല്ലെങ്കിൽ ഹീലിംഗ് ഫേസിൽ, അല്ലെങ്കിൽ എപ്പിലെപ്റ്റോഡ് ക്രൈസിസ്, ഇങ്ങനെയുള്ള വിവിധ ഫേസസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകും. എനിക്ക് പലപ്പോഴും GHK പഠിച്ചതിന് ശേഷം തോന്നുന്നത്, നമ്മൾ ഹോമിയോപ്പതി ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ മറ്റ് മെഡിക്കൽ ക്ലാസ്സുകൾക്ക് കൂടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു മനുഷ്യ ശരീരത്തെ, അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഈ ഓർഗാനിസത്തെ നമുക്ക് വെറും ബോഡി ലെവൽ മാത്രമായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ സൈക്കി, ബ്രെയിൻ, ബോഡി, ഈ ട്രിനിറ്റി, അല്ലെങ്കിൽ ഈ ഒരു ട്രയാഡ് അല്ലെങ്കിൽ ട്രൈക്കള്, ഇത് മൂന്നും കൂടെ അല്ലാതെ നമുക്ക് മനുഷ്യനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല. അത് ശരിയല്ല, അത് മണ്ടത്തരമാണ്, വിഡ്ഢിതരമാണ്. അത് നമ്മൾ ശരിയായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ലെന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ, ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ, വേറെ പല ടിഷ്യൂകളിൽ നമ്മൾ കണ്ടതാണ്. ഇനി നമ്മൾ കിഡ്നിയിൽ പഠിക്കും, ലങ്സിൽ പഠിച്ചു. അതുപോലെയുള്ള അവയവങ്ങളിലെല്ലാം ഒരു ലങ്സ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വേരിയസ് ആയിട്ടുള്ള കോമ്പോണൻസ് എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ജെർമിനൽ ലേയേഴ്സ് നിന്ന് രൂപപ്പെട്ടേക്കാം. അങ്ങനെ നിർബന്ധമില്ല, പക്ഷെ മജോറിറ്റി ഓഫ് ദി കേസിൽ അങ്ങനെയാണ്. അപ്പോൾ ഒരു പ്രത്യേക ജെർമിനൽ ലെയർ മാത്രമായിട്ട് നമുക്കൊരു അവയവത്തെ പഠിക്കാൻ പറ്റത്തില്ല. ഇവിടെ ലിവറിന്റെ കാര്യത്തിൽ നമുക്കറിയാം 4 ജെർമിനൽ ലേയേഴ്സ് ഉണ്ട്. എക്ടോഡെം, ന്യൂ മീസോഡെം, ഓൾഡ് മീസോഡെം ആൻഡ് എൻഡോഡെം. ഇതിനകത്ത് നമുക്ക് 2 ടിഷ്യൂ ജെർമിനൽ ലെയറിൽ നിന്നുള്ള മാത്രമാണ് നമുക്ക് ലിവറിൻ്റെ അകത്തുള്ളത് എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കാം. ഞാൻ നിങ്ങളെല്ലാവരും ഒന്നെങ്കിൽ ഫോണിലൂടെയോ അല്ലെങ്കിൽ മറ്റ് ഗാഡ്ജറ്റ്സിലൂടെയോ ലാപ്ടോപ്പിലൂടെയോ ഒക്കെ ആണെങ്കിലും നിങ്ങൾ ഇന്റർനെറ്റ് എടുക്കുക, അതിൻ്റെ അകത്ത് ലേണിംഗ് GNM എടുക്കുക. എന്നിട്ട് ഞാൻ ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ കുറെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്, ഇമേജസ് ഇട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, കാരണം അത് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ അത് കണ്ടുപിടിക്കണം. എല്ലാ പിക്ചേഴ്സും നിങ്ങൾ കാണണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റൊമക്ക് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. സ്റ്റൊമക്കിന്റെ സ്മോൾ കർവേച്ചർ
അത് റെഡ് കളറിലാണ്. മജോറിറ്റി ഓഫ് ദി അല്ലെ ബാലൻസ് ആയിട്ടുള്ള മജോറിറ്റി ഓഫ് ദി ടിഷ്യൂ ഓഫ് സ്റ്റൊമക്, ദാറ്റ് ഈസ് അല്ലെങ്കിൽ നമ്മൾ ലാർജ് കർവച്ചർ എന്ന് പറയും, ഗ്രേറ്റർ കർവച്ചർ എന്നൊക്കെ പറയുന്ന ആ ഭാഗം മുഴുവൻ യെല്ലോയിഷ് ആണ്. അപ്പൊ യെല്ലോ മീൻസ് എൻഡോഡേം ഡിറൈവേറ്റീവ്സ്, റെഡ് മീൻസ് എക്ടോഡേം ഡിറൈവേറ്റീവ്സ്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ലിവറിന്റെ അകത്തും പ്രധാനമായിട്ട് 2 കളറാണ് നിങ്ങൾ കാണുക. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് അതിന്റെ ലിവറിനെ കുറിച്ച് പറയുന്നതിന് എല്ലാ ടിഷ്യൂ പഠിക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. എംബ്രിയോളജിക്കൽ ഒറിജിൻ നമ്മൾ പഠിച്ചിരിക്കണം. കാരണം ഇത് പഠിക്കാതെ GSKയിൽ ഒരു ലെസനും പൂർത്തിയല്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ് അല്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിൻ. കാരണം സൈക്കി, ബ്രെയിൻ, ബോഡി. അപ്പോൾ ഒരു ടിഷ്യൂവിനെ ബോഡി ലെവൽ മാത്രമായിട്ട് ലിവറിനെ കുറിച്ചുള്ള പഠനം അപൂർണമാണ്. തീർച്ചയായിട്ടും അതിനെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനും അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന സൈക്കി എന്ന് പറയുന്ന മൈൻഡും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഓരോ ടിഷ്യൂവിലും അല്ലെങ്കിൽ ഓരോ ടിഷ്യൂവിന്റെ ഭാഗങ്ങളിലും നമുക്ക് ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകളുടെ ഡിഫറെന്റ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകളെ കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു ലക്ഷണം കിട്ടിയാൽ, ഒരു സിംറ്റം കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് SBS-ന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത് ഏത് ടിഷ്യൂവിനെയാണ് ബാധിക്കുന്നതെന്ന് മനസ്സിലാക്കണം, ഏത് ഫേസിലാണ് അതുള്ളതെന്ന് മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഒരു ഡിസീസ് എന്ന് പറഞ്ഞ സോ കോൾഡ് ഡിസീസ് എന്ന GSKയിൽ പറയുന്നത്. ഡിസീസ് എന്ന് പറയുന്നത് അത് ഹെപ്പറ്റൈറ്റിസ് ആയിക്കോട്ടെ, ഹെപ്പാറ്റിക് ക്യാൻസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ ഡിസീസ് ആയിക്കോട്ടെ, ഗോൾ ബ്ലാഡർ സ്റ്റോൺസ് ആയിക്കോട്ടെ, കോളിലിത്യാസിസ് ആയിക്കോട്ടെ, കോളിസിസ്റ്റൈറ്റിസ് ഏത് രോഗവും പഠിക്കണമെങ്കിൽ ഏത് ടിഷ്യൂ ആണ്, അതിൻ്റെ ഏത് ഫേസ് ആണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിന് പെർഫെക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകത്തുള്ളൂ. ഒരു പ്രാക്ടീഷണർ എന്നുള്ള നിലയിൽ കർശനമായിട്ടും ബാക്കിയുള്ളവർ അവരവരുടെ പ്രായോഗികമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഇത് പഠിച്ചിരിക്കണം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പൊ ലിവറിനെ കുറിച്ച് പറയുമ്പോൾ ആസ് യൂഷ്വൽ എല്ലായിടത്തുള്ള പോലെ ഡിഫറെന്റ് ടിഷ്യൂസ് ഉണ്ട്. പക്ഷേ ഇത് വളരെ മിനിമമാണ്. അല്ലെങ്കിൽ എൻഡോഡേം ഡിറൈവ്ഡ് ആയിട്ടുള്ള ടിഷ്യൂ, എക്ടോഡേം ഡിറൈവ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസും മാത്രമാണ് ഇവിടെ ഉണ്ടാകുന്നത്. പക്ഷെ ഏത് ടിഷ്യൂ പഠിക്കുമ്പോഴും നമ്മൾ ഏത് ബയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ആണെന്ന് മനസ്സിലാക്കണം, ഏത് ബയോളജിക്കൽ ലോ ആണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഡിഫറെന്റ് ബയോളജിക്കൽ ലോസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അതൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്ത സമയം കളയുന്നില്ല. 5 ബയോളജിക്കൽ ലോസ്, അത് മനസ്സിലാക്കാൻ നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ലിവറിലേക്ക് വരുവാണ്. ലിവർ പാരൻകൈമ എന്ന് പറയുന്ന ഡോക്ടേഴ്സിന് അറിയാവുന്ന വാക്കാണ്. ലിവർ പാരൻകൈമ എന്ന് പറയുന്നത് ലിവറിന്റെ ബൾക്ക്. ലിവർ എന്ന് പറയുന്നത് ബൾക്കായിട്ട് നമ്മളിങ്ങനെ കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ അത് മുഴുവനും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതിന്റെ പാരൻകൈമയാണ്, അല്ലെങ്കിൽ അത് ലിവർ സെൽസ് ആണ്. ലിവർ സെൽസ് കൊണ്ടാണ് അത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബൈൽ ഡക്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ലിവറിന്റെ അകത്തുനിന്ന് ബൈൽ പ്രൊഡ്യൂസ് ചെയ്ത് അത് കളക്ട് ചെയ്ത് ഇൻറ്റസ്റ്റൈനിലേക്ക് വരുന്ന ട്യൂബ്സിനെയാണ് ബൈൽ ഡക്സ് എന്ന് പറയുന്നത്. ഇനി എപ്പോഴും ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ദെൻ ആൻഡ് ദെയർ ആവശ്യമുള്ള സമയത്ത് മാത്രം ഇൻറ്റസ്റ്റൈനിലേക്ക് ബൈൽ വരുന്ന, ബാക്കി സമയത്തെല്ലാം ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗോൾ ബ്ലാഡർ എന്ന് പറയുന്ന ഒരു പിത്തസഞ്ചി എന്ന് പറയുന്ന ആ ഒരു സഞ്ചി രൂപപ്പെട്ടിരിക്കുന്നത്, അല്ലെ അത് അവിടെ ഉള്ളത്. അപ്പോ ഈ ഡിഫറെന്റ് ആയിട്ടുള്ള ടിഷ്യൂസ് ഏതൊക്കെയാണ്? ലിവർ പാരൻകൈമ, ബൈൽ ഡക്സ് ആൻഡ് ഗോൾ ബ്ലാഡർ. ഇവിടെ മൂന്ന് കോൺഫ്ലിക്ട്സ് ആണ് ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ആദ്യമായിട്ട് നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോകുന്നത് ലിവർ പാരൻകൈമയാണ്. ലിവർ പാരൻകൈമ എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞ പോലെ ബൾക്ക് ഓഫ് ദി ലിവർ. ലിവർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിൽ നമ്മൾ കാണുന്നതിന്റെ മജോറിറ്റി, മോസ്റ്റ് ഓഫ് ദി കോമ്പോണൻസ്, അതിനെ നമ്മൾ ഹെപ്പറ്റോസൈറ്റ്സ് എന്ന് പറയും. ഹെപ്പറ്റോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ലിവറിന്റെ സെൽസ് എന്ന് മാത്രമാണ്. നമ്മൾ ജസ്റ്റ് ലൈക്ക് ആൽവിയോളൈ ഓഫ് ദി ലങ്സ് പറയുന്ന ലിവർ സെൽസിനെ കുറിച്ചാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. എന്താണ് ലിവർ സെൽസ് അല്ലെങ്കിൽ ഈ ഹെപ്പറ്റോസൈറ്റ്സ് അല്ലെങ്കിൽ ബൾക്ക് ഓഫ് ദി ലിവറിന്റെ മെയിൻ ഫങ്ഷൻ എന്താണ്? ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് ബൈൽ ജ്യൂസ്, ബൈൽ. അപ്പൊ ഈ ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ പ്രൈമറി ആയിട്ടുള്ള ഫങ്ഷൻ. രണ്ടാമതാണ് അതിനൊരു ഡീടോക്സിഫിക്കേഷൻ ഫങ്ഷൻ ഉണ്ട്. എന്തെങ്കിലും പോയിസൺ നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ്ലി ലിവർ ത്രൂ ആണ് അത് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്ന ആ ഫങ്ഷൻ പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു അവയവമാണ് ലിവർ. പിന്നെ ഫാറ്റ്, നമ്മൾ കൂടുതലായിട്ട് ഫാറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഫാറ്റ് അബ്സോർബ് ചെയ്യുന്ന ഫങ്ഷനും ഗോൾ ബ്ലാഡർ, എന്നിട്ടാണ് അതിൽ മറ്റ് ഫാറ്റി ആസിഡ്സ് ആയിട്ടും ഈ കൊളസ്ട്രോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡോക്ടേഴ്സിന് പ്രത്യേകിച്ചും അറിയാം, അതായത് 20% ഓഫ് ദി കൊളസ്ട്രോൾ വിതിൻ അവർ ബോഡി ഈസ് ഓൺലി
മാനുഫാക്ചർഡ് ഓർ റിസീവ്ഡ് ഫ്രം ഔട്ട്സൈഡ്, സപ്ലൈഡ് ഫ്രം ഔട്ട്സൈഡ്. ബാക്കി 80% നമ്മുടെ ബോഡി തന്നെയാണ് എന്താ പറയേണ്ടത്, അത് മാനുഫാക്ചർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇറ്റ് ഈസ് നോട്ട് എ ബാഡ് തിങ്. കൊളസ്ട്രോളിനോടുള്ള വിരോധമെല്ലാം ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നമുക്ക് മാറ്റിവെക്കാവുന്നതാണ്. കൊളസ്ട്രോൾ, ബാഡ് കൊളസ്ട്രോൾ, ഗുഡ് കൊളസ്ട്രോൾ, ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ നമ്മളെ റോങ് ആയിട്ട് പഠിപ്പിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല. കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ, ബാഡ് കൊളസ്ട്രോൾ, അങ്ങനെ പലതും നമ്മൾ തെറ്റായിട്ട് നമ്മൾ സ്ഥാപിക്കും. ഇനി ലിവർ അല്ലെങ്കിൽ ബൈൽ പാത്വേ എന്ന് പറയും. അതായത് ലിവറിന്റെ അകത്ത് നമ്മളൊരു ട്രീ ആയിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ, ഒരു ട്രീക്ക് ഒരു സ്റ്റെം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു തായ്തടി ഉണ്ടാവും. അവിടെ നിന്ന് ഡിഫറെന്റ് ബ്രാഞ്ചസ് എങ്ങനെയാണോ മുകളിലേക്ക് വളർന്നു പോകുന്നത്, അതുപോലെ തന്നെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ കൺസീവ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ കാഴ്ചപ്പെടുവാണെങ്കിൽ, ഈ ചെറിയ ചെറിയ ബ്രാഞ്ചസിൽ നിന്ന് വരുന്നതെല്ലാം കൂടെ കൂടിയാണ് അവസാനം ഒരു വലിയ ഒരു കുഴലായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു ചെറിയ അനേക അരുവികൾ ചേർന്ന് ഒരു വലിയ പുഴയായിട്ട് മാറുന്നത് പോലെ, അല്ലെങ്കിൽ അതുപോലെ വേണമെങ്കിൽ നമുക്ക് സങ്കല്പിക്കാം. അപ്പോൾ ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലിവർ സെൽസിലാണ്. അത് സ്ലോലി കളക്ട് ത്രൂ ദി ബൈൽ ഡക്റ്റ്. ആ ബൈൽ ഡക്റ്റ് ആണ് അവസാനം ഡിയോഡിനത്തിലേക്ക് ചേരുന്നത്. ഈ ഡിയോഡിനം എന്ന് പറയുന്നത് ഇൻഡസ്റ്റൈൻ്റെ ഒരു ലൂപ്പാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ഭാഗത്തുള്ളതാണ്. ആ ഭാഗത്ത് ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ബൈൽ ഡക്റ്റ് ഗോൾ ബ്ലാഡറിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ബൈലും കൂടെ ചേർന്നിട്ട് ഒരു ട്യൂബായിട്ട് മാറുമ്പോഴത്തേക്കും അതിനെ കോമൺ ബൈൽ ഡക്റ്റ് എന്ന് പറയും. അപ്പോൾ ബൈൽ ഡക്റ്റ് അത് ജോയിൻ ചെയ്യുന്നു സിസ്റ്റിക് ബൈൽ ഡക്റ്റ്, സിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗോൾ ബ്ലാഡറിനെ കുറിച്ച് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഗോൾ ബ്ലാഡറിൽ നിന്നുള്ള ട്യൂബും കൂടെ കൂടിയിട്ടുള്ളതാണ് കോമൺ ബൈൽ ഡക്റ്റ് എന്ന് പറയുന്നത്. ഈ കോമൺ ബൈൽ ഡക്റ്റ് ഡിയോഡിനത്തിലേക്ക് വന്നു ചേരുന്നു. അത് ഈ ഫാറ്റ് ആണ് മെയിൻ ബൈലിന്റെ ഫങ്ഷൻ. ഫാറ്റിനെ ഡിസോൾവ് ചെയ്യാണ്. അപ്പോൾ ഫാറ്റ് അധികം ഇല്ലാത്തൊരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഡൈജഷൻ ആവശ്യമില്ലാത്ത ഘട്ടത്തിലും ലിവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും ബൈൽ. അത് കളക്ട് ചെയ്യുന്നത് ഗോൾ ബ്ലാഡറിലാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഹോൾ ഓഫ് ദി ലിവർ സെൽസ് അല്ലെങ്കിൽ ഹെപ്പറ്റോസൈറ്റ്സ്, അതെല്ലാം ജർമിനൽ ലെയർ ഫ്രം ദി എൻഡോഡേം ആണെന്ന് മനസ്സിലാക്കുക. എൻഡോഡേം ആണ്. അതിന് എംബ്രിയോളജിക്കലി നമ്മൾ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ആ സെൽസിന്റെ ഒരു പ്രത്യേക പേരുണ്ട്. അതിനാണ് ഇൻഡസ്റ്റൈനൽ സിലിണ്ടർ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ഇൻഡസ്റ്റൈനൽ സിലിണ്ടർ എപ്പിത്തീലിയം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു, ഒരു അമീബയുടെ ഒരു സർക്കുലർ ട്യൂബായിട്ടാണ് നമ്മൾ ഫോം ചെയ്തത്. അത് എംബ്രിയോളജി കീപ്പപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഗള്ളറ്റ് എന്ന് പറയുന്നിടത്തൊരു റപ്ചർ ഓഫ് ദി ഗള്ളറ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നടക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ മൗത്തും ഏനസുമായിട്ട് രണ്ട് എൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഫങ്ഷൻസ് ഉള്ള, ഒന്ന് എലിമിനേറ്റ്, ഒന്ന് ഇൻസൈഡിലേക്ക് എടുക്കാനും ഒന്ന് പുറത്തേക്ക് കളയാനും വേണ്ടിയിട്ടുള്ള ഫങ്ഷൻ ചെയ്യും. പണ്ട് ഇത് ഏക സിംഗിൾ ഓപ്പണിംഗ് അപ്പർച്ചർ അല്ലെങ്കിൽ അതിലൂടെ ആയിരുന്നു നടന്നിരുന്നത്. അതിനാണ് ഗള്ളറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കൺട്രോൾ, ഈ ബൾക്ക് ഓഫ് ദി ലിവറിനെ കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനിൽ, അതിനാണ് ബ്രെയിൻ സ്റ്റം. ബ്രെയിൻ സ്റ്റം നിങ്ങളുടെ വീണ്ടും പിക്ചറിലേക്ക് എടുക്കുക. അത് ഞാനിപ്പോൾ കാണിക്കാനുള്ള സമയമില്ല. നിങ്ങൾ ആ പിക്ചറിൽ എടുക്കുമ്പോൾ ഒരു യെല്ലോയിഷ് പാർട്ട് ഉണ്ട്. ആ യെല്ലോയിഷ് പാർട്ട് എന്ന് പറയുന്നതിന് ഒരു ട്രയാങ്കുലർ ഷേപ്പ് ഉണ്ട്. ഈ ട്രയാങ്കുലർ ഷേപ്പിന്റെ ഏറ്റവും ഇൻസൈഡ് ആയിട്ട് യു വിൽ ബി എന്താ പറയുക, ലീനിയർ അല്ല, ഒരു ചെയിൻ പോലെയുള്ള, ഒരു മാല പോലെയുള്ള കേന്ദ്രങ്ങളുണ്ട്. കേന്ദ്രങ്ങൾ, സെന്റേഴ്സ്, കൺട്രോളിങ് സെന്റേഴ്സ് ഓഫ് ദി ഫിസിക്കൽ ഫങ്ഷൻസ്. ആ സെന്റേഴ്സിന് ഒരു ചെയിനിലേക്ക് അതിന് നടുക്കൂടെ ഒരു വര വരയ്ക്കുവാണെങ്കിൽ അതിന്റെ ഹെമിസ്ഫിയർ, ബ്രെയിൻ്റെ ഹെമിസ്ഫിയറിൽ ഈക്വൽ ആയിട്ട് അപ്പുറത്തും ഇപ്പുറത്തുണ്ട്. അപ്പോൾ ഫ്രം ദി റൈറ്റ് സൈഡ് ഓഫ് ദി മൗത്ത് ആൻഡ് ഫാരിങ്സ് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ലെഫ്റ്റ് സൈഡ് ഓഫ് ദി മൗത്ത് ആൻഡ് ഫാരിങ്സിൽ ചേരുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയാണ് ബ്രെയിൻ സ്റ്റെമ്മിന്റെ അകത്ത് ബൾക്ക് ഓഫ് ദി ലിവർ കൺട്രോൾ ചെയ്യുന്ന ഏരിയ എവിടെയാണെന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതിലേക്കാണ് നമ്മൾ ഇനി അത് പോകുന്നത്. അപ്പൊ ബ്രെയിൻ ലെവലിൽ പോകുമ്പോഴത്തേക്കും കൺട്രോൾഡ് ഫ്രം ദി റൈറ്റ് ബ്രെയിൻ സ്റ്റം. ഞാൻ പറഞ്ഞു, ബ്രെയിനെ രണ്ടായിട്ട് ഹെമിസ്ഫിയർ ഉണ്ട്. അതുപോലെ അതിനെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിൻ സ്റ്റെമ്മിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് കാണുവാണെങ്കിൽ അതിന്റെ റൈറ്റ് സൈഡിൽ ഏകദേശം മിഡിൽ ഭാഗത്താണ് എന്നുള്ളത് നമ്മുടെ ലിവറിനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗമുള്ളത്. അപ്പൊ നമുക്ക് പറയാം, റൈറ്റ് ബ്രെയിൻ സ്റ്റെമ്മിലാണ് ബ്രെയിനിന്റെ ലിവറിന്റെ ബ്രെയിൻ കൺട്രോളിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുവാണെങ്കിൽ ബിറ്റ്വീൻ ദി സെന്റേഴ്സ് ഓഫ് സ്റ്റൊമക്
അല്ലെങ്കിൽ സെന്റേഴ്സ് ഓഫ് സ്റ്റൊമക് ആൻഡ് പാങ്ക്രിയാസ്. ഇപ്പൊ പാങ്ക്രിയാസിന്റെയും സ്റ്റൊമക്കിന്റെയും കൂടി ഇടയ്ക്കുള്ള ഒരു പോയിന്റിലാണ് നമ്മൾ ലിവറിനെ കൺട്രോൾ ചെയ്യുന്ന പാർട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനസ്സിലായല്ലോ, അതിനൊരു അലിമെന്ററി കനാലാണ് അത് സർക്കിളായിട്ടുള്ളത്, അതിന്റെ ഭാഗത്താണ് ലിവറിന്. അപ്പൊ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ, പ്രധാനപ്പെട്ട ഒരു റോള് ഉള്ള ഒരു ഡൈജസ്റ്റീവ് അപ്പാരറ്റസ് ആണ് ലിവർ എന്ന് നമുക്ക് അതിൻ്റെ അകത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, എന്തുകൊണ്ടാണ് ലിവറിൽ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത്? എന്താണ് പ്രോബ്ലം, അല്ലെങ്കിൽ അതിന്റെ കോൺഫ്ലിക്റ്റ് എന്താണ്? ലിവറിന്റെ ബൾക്ക് ഓഫ് ദി ലിവർ അല്ലെങ്കിൽ ഹെപ്പറ്റോസൈറ്റ്സിന് അല്ലെങ്കിൽ ലിവർ എന്ന് പറയുന്നതിന്റെ പാരൻഹൈമയെ അഫക്റ്റ് ചെയ്യുന്ന കോൺഫ്ലിക്റ്റ് എന്താണ്? അത് നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാർവേഷൻ കോൺഫ്ലിക്റ്റ്. സ്റ്റാർവേഷൻ എന്നുള്ള വാക്കറിയാം, എല്ലാവർക്കും അറിയാം. പട്ടിണി കിടക്കുക എന്നൊക്കെയാണ് അർത്ഥം. നമ്മൾ പട്ടിണി കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കിട്ടാതെ വരുന്ന ഒരു അവസ്ഥ, അതാണ് സ്റ്റാർവേഷൻ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഒരാൾ പട്ടിണിയാണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള നമ്മുടെ സഹപ്രവർത്തകരോ അല്ലെങ്കിൽ സഹാനുഭൂതിയുള്ള സുഹൃത്തുക്കളോ ആരെങ്കിലും ഭക്ഷണം കൊണ്ടുവരും. പക്ഷെ അത് ഫിസിക്കലായിട്ടുള്ള, നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല, അല്ലെ കഴിക്കാൻ കിട്ടുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല, പട്ടിണിയാണ്, ദാരിദ്ര്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഫിസിക്കലി സഫർ ചെയ്യുന്നത് വളരെ കുറച്ചാണ്. അതിനൊരു ഇമേജറി അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ഫിഗറേറ്റീവ് വേ ഓഫ് എക്സ്പ്രഷൻ ഉണ്ടാകുമ്പോഴാണ് അത് കൂടുതലും പ്രാക്ടിക്കലി റെലവെന്റ് ആകുന്നതും പ്രായോഗികമായിട്ട് ഇമ്പോർട്ടൻ്റ് ആകുന്നതും. അത് നമ്മൾ മറന്നുപോയത്. അപ്പൊ സ്റ്റാർവേഷൻ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിയ പോലെ തന്നെയാണ്. ഇറ്റ് ഈസ് ആൻ ഇന്നബിലിറ്റി ടു ഒബ്റ്റെയിൻ ഓർ ടു ഡൈജസ്റ്റ് ഓർ യൂട്ടിലൈസ് എ നറിഷ്മെന്റ്. നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു ന്യൂട്രീഷൻ നമുക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് കിട്ടിയാൽ നമുക്ക് ദഹിക്കുന്നില്ല, അല്ലെങ്കിൽ അത് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം ശരിക്കും ഇത് രണ്ട് രീതിയിലും വരാം. ഫിസിക്കൽ അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള പട്ടിണിയാവാം, അല്ലെങ്കിൽ ഒരു ഫിഗറേറ്റീവ് വേയിലും പട്ടിണിയാവാം. എന്താണ് റിയൽ ആയിട്ടുള്ള പട്ടിണി അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള സ്റ്റാർവേഷൻ കോൺഫ്ലിക്റ്റ്? നമുക്കിനി ഫിസിക്കൽ സ്റ്റാർവേഷൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയാം. ദാറ്റ് മീൻസ് ദി പേഴ്സൺ ഈസ് റിയലി ലാക്കിംഗ് ഫുഡ്. നമുക്ക് ഭക്ഷണം കിട്ടുന്നില്ല, അങ്ങനെയുള്ള അവസ്ഥകൾ വരാമല്ലോ. അല്ലെങ്കിൽ എന്താണ്, ഏത് കേസിലാണ് വരുന്നത്? സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില ഡയറ്റ്, ഡോക്ടേഴ്സ് പറയുന്നു ഇന്ന ഭക്ഷണം കൊടുത്തുകൂടാ, അല്ലെങ്കിൽ സ്നേഹം മൂത്തത് കൊണ്ട് വീട്ടിലുള്ളവർ തന്നെ ആ ആൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല. അയാൾക്ക് മുട്ട കഴിക്കണമെന്നുണ്ട്, ഇറച്ചി കഴിക്കണമെന്നുണ്ട്, എനിക്ക് മട്ടൺ കഴിക്കണമെന്നുണ്ട്, ഫിഷ് കഴിക്കണമെന്നുണ്ട്, എനിക്ക് ഇച്ചിരി അയല പൊരിച്ച് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, കൊടുക്കത്തില്ല. സോ ഇതെല്ലാം സ്റ്റാർവേഷൻ കോൺഫ്ലിക്റ്റ് ആയിട്ട് വരാം. എന്ന് പറഞ്ഞാൽ ദാറ്റ് മാൻ റിയലി വാണ്ട്സ് ഇറ്റ്, ബട്ട് ഡ്യൂ ടു ദി റെസ്ട്രിക്ഷൻസ്, നമ്മൾ അതിനെ ഡയറ്ററ്റിക് റെസ്ട്രിക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണം കൊടുക്കാതിരിക്കുമ്പോഴും ഇതേ കോൺഫ്ലിക്റ്റ് വരാം. എനിക്ക് ഇഷ്ടമാണ് പക്ഷെ കിട്ടുന്നില്ല. ഇനി അല്ലാതെ ക്രോണിക് ഡയറിയ, ഒരു വയറിളക്കം വരുന്നു, അതിന്റെ പേരിൽ അയാളുടെ നാച്ചുറൽ ആയിട്ടുള്ള അപ്പിറ്റൈറ്റ് നഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള കേസുകളിലും ഇതൊക്കെ സംഭവിക്കാം. മറ്റൊന്ന് ചില ഓപ്പറേഷൻ, അബ്ഡോമിനൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ, എസ്പെഷ്യലി കൊളോസ്റ്റമി. കൊളോസ്റ്റമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡസ്റ്റൈനൽ ആയിട്ടുള്ള ഡൈജഷന് ശേഷം അത് ത്രൂ അപ്പർച്ചർ രക്തത്തിലൂടെ പോകാതെ നമ്മളൊരു ഓപ്പണിങ് വഴിയായിട്ട് സ്റ്റൂളോ ഒക്കെ പുറത്തേക്ക് വേറൊരു ഒരു പാക്കറ്റിൽ കളക്ട് ചെയ്യുന്ന ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. ദാറ്റ് പേഴ്സൺ മേ നോട്ട് ഹാവ് എ ഡിസയർ ടു ഓർ മേ നോട്ട് ടേക്ക് എനി ഫുഡ്. വൈ? ബിക്കോസ് ഇത് കാണുകയാണ്, പുള്ളിയുടെ ഉള്ളിൽ നിന്ന് പോകുന്ന ഈ സാധനം കാണുക, പിന്നെ കഴിക്കാനേ തോന്നത്തില്ല. ദാറ്റ് പുള്ളിക്കാരൻ ഓൾറെഡി ഷട്ട് ഡൗൺ ചെയ്യും, അല്ലെങ്കിൽ ബ്രേക്ക് ഇടും. ഇനി നമുക്ക് ഭക്ഷണവും വേണ്ട, ഒന്നും വേണ്ട, ഇത് കണ്ടുകൊണ്ടിരിക്കണ്ടേ ഈ പാക്കറ്റിന്റെ അകത്തുള്ള. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഈ കൊളോസ്റ്റമി പോലെയുള്ള ഓപ്പറേഷൻ കൊണ്ടും ഇയാളുടെ ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യം അല്ലെങ്കിൽ ഡൈജഷൻ നടക്കാതെ പോകാനുള്ള സാധ്യതയുണ്ട്. പല കീമോതെറാപ്പിയുടെ ഫലമായിട്ട് രോഗികൾ അനുഭവിക്കുന്ന അവസ്ഥയിലും ഭക്ഷണത്തോടുള്ള താല്പര്യം, അതായത് ആഗ്രഹിക്കുന്ന ഒന്നും കിട്ടുന്നില്ല. റെസ്ട്രിക്ഷൻസ്, ഭയങ്കര റെസ്ട്രിക്ഷൻസ്. കീമോതെറാപ്പി ചെയ്യുമ്പോൾ പലപ്പോഴും നോസിയ, വോമിറ്റിംഗ്, ഇതെല്ലാം സംഭവിക്കുമ്പോഴത്തേ ഭക്ഷണത്തോട് വെറുപ്പായി, പിന്നെ ഭക്ഷണം കിട്ടും. ഇതെല്ലാം ഈ പറയുന്ന ലിവർ സെൽസിൽ ആക്ഷൻസ് ഉണ്ട്. എന്താ ആക്ഷൻസ് എന്ന് ഞാൻ പറയാം. കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ഉണ്ടാവാം. ആ കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ആകുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഞാൻ വിശദമായിട്ട് പറയാം. ഇനി നമുക്ക് എക്സിസ്റ്റൻഷ്യൽ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സിംബോളിക് ആയിട്ടുള്ള, അതായത് ഭക്ഷണം കിട്ടുന്നുണ്ട്, ഭക്ഷണമുണ്ട്, പക്ഷേ പുള്ളിക്കാരന് അത് ആസ്വദിക്കാൻ പറ്റുന്നത് ഏത് കണ്ടീഷനിലാണ്? ഒരു സഡൻ ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി, അതായത് സാമ്പത്തികം പെട്ടെന്ന് സ്റ്റക്കാകും. പുള്ളിക്കാരൻ്റെ ഒരു ജോലി ഉണ്ടായിരുന്നു, ജോലി പോയി, അല്ലെങ്കിൽ ഒരു ഇൻകം ഉണ്ടായിരുന്നു, ഇൻകം നിന്നുപോയി, അല്ലെങ്കിൽ സഡൻ ആയിട്ടുള്ള ഒരു ബാങ്ക്രപ്സി,
പുള്ളിക്കാരന് ജപ്തി, കോൺഫിസ്കേഷൻ പോലെയുള്ള നടപടികളിലേക്ക് പോകുന്നു. ബാങ്കുകാരൻ അയാൾക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാളും വലിയൊരു എമൗണ്ട് തിരിച്ചു ചോദിക്കുന്നു. അല്ലെങ്കിൽ നേരത്തെ കടം കൊടുത്ത ഒരാള് ഇനി ചോദിക്കത്തില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചു, അയാൾ ലോ സ്യൂട്ടിലൊക്കെ പോയിട്ട് വലിയൊരു എമൗണ്ട് ഡിമാൻഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ എന്നെ സ്ഥിരമായിട്ട് സപ്പോർട്ട് ചെയ്ത ഒരാളുണ്ടായിരുന്നു, ആ ആളുള്ളത് കൊണ്ടാണ് ഞാൻ ജീവിച്ചത്, പക്ഷെ അയാൾ മരിച്ചുപോയി, അല്ലെങ്കിൽ അയാൾ നാട് കടത്തി, അല്ലെങ്കിൽ അയാൾക്ക് വയ്യ, അല്ലെങ്കിൽ അയാൾ ബാങ്ക്രപ്റ്റായി. ഇങ്ങനെയുള്ള അനേക സംഗതികൾ. വേറൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ഡിവോഴ്സ് ലോ സ്യൂട്ട്സ് സെറ്റിൽ ചെയ്യുന്ന സമയത്ത് അല്ലിമണി എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു, നഷ്ടപരിഹാരം കൊടുക്കേണ്ട സമയം വരിക. അപ്പോൾ ഒരു കുട്ടി ഉണ്ടായിപ്പോയി, അല്ലെ ഉണ്ടായി, കുട്ടിക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ടുള്ള വിധി വരുന്നു. അയാൾക്ക് പറ്റത്തില്ല, കൊടുക്കാനുള്ള സാമ്പത്തികമൊന്നുമില്ല. അതോടുകൂടി പുള്ളി ഇതൊക്കെയാണ് ഫിഗറേറ്റീവ് ആയിട്ടുള്ള പട്ടിണികൾ. അപ്പൊ ഇങ്ങനെയുള്ള ഫിഗറേറ്റീവ് ആയിട്ടുള്ള പട്ടിണികൾ, അതിനെ നമ്മൾ ഫിസിക്കലായിട്ടുള്ള സ്റ്റാർവേഷൻ കോൺഫ്ലിക്റ്റ് എന്നല്ല പറയുന്നത്. അതായത് നമ്മുടെ ജോലി കൊണ്ട് നേടുന്ന പണം കൊണ്ട് സംഗതികളൊന്നും ഓടത്തില്ല എന്ന് തോന്നുന്ന ഒരു സമയത്ത്, അതായത് സഡൻ ഫൈനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി, ജോബ്, ലോസ് ഓഫ് ജോബ് ഓർ ബിസിനസ് തകർന്നുപോയി, ബാങ്ക്രപ്സി വന്നു, അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു കടം വന്നു, ഞാൻ പറഞ്ഞ പോലെ സെറ്റിൽ ചെയ്യുന്ന ഡിവോഴ്സസ് വന്നു, ലോസ് ഓഫ് എ പ്രൊവൈഡർ, അതായത് നമുക്ക് പണം തന്നുകൊണ്ടിരുന്ന ഒരാൾ മരണപ്പെട്ടു, അല്ലെങ്കിൽ നാട് കടത്തി, അല്ലെങ്കിൽ ഉപേക്ഷിച്ചു. അങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലും പെട്ടെന്ന് നമുക്ക് ഭക്ഷണം കിട്ടാതില്ല, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കിട്ടാൻ ആരെങ്കിലും കൊണ്ടുവന്ന് തരും, പക്ഷെ അയാളുടെ മനസ്സിലുള്ള തോന്നലുകളാണ് എന്താണ്, ഞാൻ പട്ടിണിയായി പോകുന്നത്. അപ്പൊ നമ്മളെ ഒരു സ്റ്റാൻഡേർഡിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരു പ്രത്യേക ഘട്ടത്തിൽ ആ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന് തോന്നുന്ന അവസരത്തിൽ ആണ് ലിവറിൽ ഈ പറയുന്ന ചേഞ്ചസ് ഉണ്ടാകുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയുള്ള, അല്ല ലിവർ ക്യാൻസർ എന്ന് പറയുന്ന ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി, ഇ ഇതൊക്കെ കയറിയിട്ട് ഈ പാവം 70-80 കിലോ ഉള്ള മനുഷ്യന്റെ ഒരു 1.5-2 കിലോ അല്ല അതിൽ കൂടുതലുണ്ട് ഉള്ള വെയിറ്റ് ഉള്ള ലിവറിനെ കയറി ഈ വൈറസ് കയറി അറ്റാക്ക് ചെയ്യുന്നൊന്നും അല്ല, ഞാൻ കാഷ്വലായിട്ട് പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് പല തെറ്റായിട്ടുള്ള ധാരണകളും പുതുക്കേണ്ടതും രോഗത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാകാനും നമുക്ക് GSK പഠിച്ചേ തീരത്തുള്ളൂ. ഇനി വീണ്ടും കുറച്ചുകൂടെ മുമ്പോട്ട് പോവാണ്. അതായത് ഈ ലിവർ പാരൻഹൈമനെ, അല്ലെങ്കിൽ ലിവറിന്റെ ബൾക്ക് ഓഫ് ദി ലിവർ സെൽസിനെ, ഹെപ്പറ്റോസൈറ്റ്സിനെ ബാധിക്കുന്ന കോൺഫ്ലിക്റ്റ് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ബാധിച്ചാൽ എന്ത് ചേഞ്ച് ആണ് ലിവർ സെൽസിന് ഉണ്ടാകുന്നത്? Because it is endoderm derived ആയിട്ടുള്ള ടിഷ്യൂ, during the conflict activity there will be cellular multiplication. ഇത്രയും ഫണ്ടമെന്റൽ ആയിട്ട് എല്ലാവരും ഇതിനോടൊക്കെ അറിഞ്ഞിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചേ തീരും. അതിന് നിങ്ങൾ സെൽഫായിട്ടുള്ള എഫർട്ട് എടുക്കണം. എല്ലാം സ്പൂൺ ഫെഡ് ചെയ്ത് കഴിയുമ്പോൾ അതിന് ഇഫക്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് യു ഹാവ് ടു ടേക്ക് എ ബിറ്റ് ഓഫ് സെൽഫ് സ്ട്രെയിൻ എടുക്കണം. അപ്പോൾ ഒരു DHS ഉണ്ടായാൽ, ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ഒരു സാഹചര്യം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, പെട്ടെന്ന് സാമ്പത്തിക വരുമാനം ഇല്ലാതായാൽ, സ്രോതസ് നിന്നു പോയാൽ, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? പ്രൊളിഫറേഷൻ ഓഫ് ദി ഹെപ്പറ്റോസൈറ്റ്സ്. ഇത് മറന്നേക്കരുത്. There will be cellular multiplication, increase in the size. അപ്പോൾ സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? There will be growth of the liver. അതിനെയാണ് നമ്മൾ അതിനെ ലിവർ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നത്. അപ്പം സംഗതി അയാളുടെ പട്ടിണിയാണ്, അല്ലെങ്കിൽ സ്റ്റാർവേഷൻ ആണ് കോൺഫ്ലിക്റ്റ്. അതോടുകൂടി ലിവർ സെൽസ് വിൽ ട്രൈ ടു proliferate in order to make the maximum out of the limited food that is supplied. Food is a figurative thing. അപ്പോൾ ഈ കിട്ടുന്ന ചെറിയ എമൗണ്ട് മണി ആയിരിക്കാം, അല്ലെങ്കിൽ ഫുഡ് ആയിരിക്കാം, അതിനെ മാക്സിമം ഉപയോഗപ്പെടുത്താനായിട്ട് ലിവർ സെൽസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ജസ്റ്റ് ലൈക്ക് the cancer cells, so-called cancer cells of the testicles of Dr. Hammer when he had to meet with the death of his beloved son of 19 years old. അതുപോലെ തന്നെയാണ് ബയോളജി, ഈ പ്രകൃതി, മദർ നേച്ചർ വിൽ നോട്ട് ഡു എനിത്തിങ്. അതുകൊണ്ട് ക്യാൻസർ കയറി പിടിച്ചു എന്നുള്ള വാക്ക് ഇനിമേലിൽ എൻ്റെ സുഹൃത്തുക്കൾ ഉപയോഗിക്കരുത്. അതിന്റെ കാരണത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾ പറയുന്നത്. അപ്പോൾ ഡിഗ്രി ഓഫ് ഗ്രോത്ത് ആൻഡ് ദി കോൺഫ്ലിക്റ്റ് ഇന്റൻസിറ്റി ഇറ്റ് ടാലീസ്. അപ്പൊ എത്ര ഇന്റൻസ് ആണോ കോൺഫ്ലിക്റ്റ്? ഈ സാഹചര്യങ്ങളൊക്കെ നമുക്ക് സബ്ജക്റ്റീവായിട്ട്, ഹോമിയോപ്പതി ഡോക്ടറുടെ അനുഗ്രഹം അതാണ്. അതായത് നമുക്കറിയാം ഒരു വ്യക്തി എങ്ങനെ
ഇപ്പം നമ്മ ഒരു എന്താ പറയുക MA യൂസഫ് അലി എന്ന് പറയുന്ന വ്യക്തിക്ക് 5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അറിയ പോലും ഇല്ല. അതേപോലെയാണോ ഒരു 500 രൂപ 600 700 രൂപയ്ക്ക് ഡെയിലി ജോലി ചെയ്യുന്ന ഒരാളോട് പറയാണ് നാളെ ബാങ്കിൽ 500 രൂപ അല്ല 5 ലക്ഷം രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞാൽ, അതുപോലെ സബ്ജക്റ്റീവായിട്ട് വാട്ട് ഈസ് ദ സ്റ്റാറ്റസ് ഓഫ് ദാറ്റ് പേഴ്സൺ, അതനുസരിച്ചാണ് കോൺഫ്ലിക്റ്റ് ഒരാളെ ബാധിക്കുന്നത്. അതാണ് നമ്മുടെ ഹോമിയോപ്പതിക്ക് ഇംപ്ലിക്കേഷൻ വരുന്നത്. ഇപ്പൊ ഡിഗ്രി ഓഫ് ഗ്രോത്ത് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി കോൺഫ്ലിക്റ്റ് ഇന്റൻസിറ്റി സബ്ജക്റ്റീവ്ലി. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, എന്തിനാ, വാട്ട് ഈസ് ദ ബയോളജിക്കൽ പർപ്പസ് ഇൻ ഓർഡർ ടു മാക്സിമൈസ് ദി എക്സ്ട്രാക്ഷൻ ഓഫ് ദി ന്യൂട്രിയൻസ് ഫ്രം ദി നോമിനൽ ഫുഡ്. ഈ ചെറിയ എമൗണ്ടിൽ നിന്നും ജീവിക്കാൻ, അല്ലെങ്കിൽ ഈ ചെറിയ ഭക്ഷണത്തിൽ നിന്നും ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് പ്രാപ്തനാക്കാൻ വേണ്ടിയിട്ടാണ് ലിവർ സെൽസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എൻ്റെ സുഹൃത്തുക്കളായ ഹോമിയോ ഡോക്ടേഴ്സ് എങ്കിലും മനസ്സിലാക്കുക. അപ്പൊ ലിവർ സെൽസ് വലുതായി എന്ന് പറഞ്ഞാൽ അതെന്തോ വൈറസ് കയറി കണ്ണിലിട്ട കുരുകരിക്കത്തില്ലാത്തൊരു വൈറസ്, ഹെപ്പറ്റൈറ്റിസ് ABCDEFG ഒന്നുമല്ല. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ലാസ് ഉപയോഗപ്രദമായി, ഫലവത്തായി, സമാധാനമായി എനിക്ക്. അപ്പൊ പ്രൊലോങ്ഡ് ആക്ടിവിറ്റി, ഒരാൾ ഈ അവസ്ഥയിൽ കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഈ മൾട്ടിപ്ലിക്കേഷൻ വിച്ച് ക്യാൻ ബി ഇൻ എ ലിമിറ്റഡ് നോഡുലാർ ഫോം. ഈ നോഡുലാർ ഫോം എഗൻ, അത് ഞാൻ പിന്നീട് പറയാം, അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ടൈപ്പ് ആൻഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി നമ്പർ, ദി ഇന്റർപ്രിട്ടേഷൻ ക്യാൻ ഓൾസോ ബി ഡിഫറെന്റ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് നമുക്ക് ഹെപ്പറ്റോ സെല്ലുലാർ കാർസിനോമ എന്ന് പറഞ്ഞ ലിവർ ക്യാൻസർ ആയിട്ട് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. ആശുപത്രിയിൽ പോകുന്ന, അല്ലെങ്കിൽ അവിടെ പോയി ലിവർ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്ന ആരുടെയും നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ്, സാമ്പത്തിക സ്രോതസ് എന്താണ്, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഇതൊന്നും ചോദിക്കാൻ സാറന്മാർക്ക് സമയമില്ല. അതുകൊണ്ട് ഒരു സ്റ്റാമ്പ് ചെയ്തു, പിന്നെ എളുപ്പമാണല്ലോ, കീമോതെറാപ്പി, സർജറി, റേഡിയേഷൻ, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങൾ, പിന്നെ ഒത്തിരി പുതിയ പുതിയ സാധനങ്ങളുണ്ട്, വലിയ വലിയ പൈസക്കാർക്കുള്ള മോണോന്. അപ്പോൾ ഒരു മെഡിക്കൽ ലേബൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? അതിന്റെ ഡൈനാമിക് ലെവലിൽ, സൈക്കിക് ലെവലിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ആണ് ലിവറിലെ ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ എന്ന് വിളിക്കപ്പെടുന്ന ലിവർ സെൽസിന്റെ ഗ്രോത്ത് ഉണ്ടാകാനുള്ള കാരണം. ഇനി അത് സാറുമാർ തീരുമാനിച്ചിട്ടുണ്ട്, ഒരു പ്രത്യേക ലെവലിൽ വരെയാണ് ബിനൈൻ. അത് കഴിഞ്ഞാൽ അത് കാർസിനോമ. എപ്പോഴും നമുക്ക് ഇതിൻ്റെയൊക്കെ CT സ്കാനും ഒക്കെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഇപ്പുറത്തൊരു കൊറിയിടും, ഇറ്റ് ക്യാൻ ബി മലിഗ്നൻസി, ഇറ്റ് ക്യാൻ ബി എ കാർസിനോമ. ഇതാരാ തീരുമാനിക്കുന്നത്? അത് പോക്കറ്റിൽ. അപ്പോ ജസ്റ്റ് ബിക്കോസ് ഓഫ് ദി സൈസ് ഓഫ് ദിസ് ഗ്രോത്ത് ദേ മേക്ക് ദ ഡയഗ്നോസിസ് മലിഗ്നന്റ് ഓർ ബിനൈൻ. അങ്ങനെയല്ല. ആ ആളുടെ സസെപ്റ്റബിലിറ്റി, ആ ആളുടെ സബ്ജക്ടിവിറ്റി, ആ ആളുടെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള പെക്യൂലിറ്റിയാരിറ്റി അനുസരിച്ചിട്ട്, അതാണ് ഹോമിയോപ്പതിയിൽ നമ്മൾ പറയുന്നത്. ഹൗ മച്ച് ഹീസ് വറീഡ് അബൌട്ട് ഫൈനാൻഷ്യൽ ലോസ്. ചില മെഡിസിൻസ് നമുക്കായിട്ടുണ്ട്, ലോസ് ഓഫ് മണി, ലോസ് ഓഫ് ഫൈനാൻസ്, ലോസ് ഓഫ് സ്റ്റാറ്റസ്, ഇങ്ങനെ പലത്. ഹൗ ദിസ് ഇൻഡിവിജ്വൽ ഈസ് ടേക്കിംഗ് ദാറ്റ് പർട്ടിക്കുലർ സിനാറിയോ, അതനുസരിച്ചിട്ടാണ് നമ്മൾ ആ വ്യക്തിക്ക് നമ്മൾ മരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് വേറൊരു പേര് കൊടുത്തിട്ടുണ്ട്, ഫോക്കൽ നോഡുലാർ ഹൈപ്പർപ്ലേഷ്യ. അതായത് ചില സ്ഥലത്ത് മാത്രമായിട്ട് ലിവർ മൊത്തത്തിൽ വൾക്കാവുന്നതിന് പകരമായിട്ട് പലയിടത്തും നോഡുലാർ ഫോം ഓഫ് ഗ്രോത്ത് അപ്പിയർ ചെയ്യുന്നുണ്ട്. അതിനാണ് വേറൊരു പ്രത്യേക ഓമന പേര് കൊടുത്തിരിക്കുന്നത്, ഫോക്കൽ നോഡുലാർ ഹൈപ്പർപ്ലേഷ്യ എന്ന് പറഞ്ഞാൽ അവിടെയും ഇവിടെയൊക്കെ ഒരു നോഡുലാർ ഫോമിൽ, ഹൈപ്പർപ്ലേഷ്യ മീൻസ് ഇൻക്രീസ്ഡ് സൈസ്, അത് കാണുമ്പോഴാണ് ആ പേര് കൊടുക്കുന്നത്. എന്താണ് ശരിക്കും ഇത് GHKയിൽ മാത്രമുള്ള ഒരു പ്രത്യേക റൂളാണ്. അതായത് ഇഫ് ദർ ഇസ് വൺ നോഡ്യൂൾ, ദിസ് ഇൻഡിവിജ്വൽ ഈസ് ഹാവിംഗ് എ സ്റ്റാർവേഷൻ കോൺഫ്ലിക്ട് വിത്ത് റിഗാർഡ് ടു വൺ പേഴ്സൺ, അനദർ പേഴ്സൺ. അത് നമ്മുടെ മകനെ കുറിച്ച്, മകളെ കുറിച്ച്, അല്ലെങ്കിൽ വളരെ പ്രിയപ്പെട്ട ഒരാളെ കുറിച്ചിട്ടുള്ള കോൺഫ്ലിക്റ്റ് കൊണ്ട് ഈ ഒരാളുടെ ലിവറിൽ ഉണ്ടാകും. ബിക്കോസ് ഹാമർ ഈസ് ദി ഓൺലി പേഴ്സൺ ഹു ടോൾഡ് ദി കോൺഫ്ലിക്റ്റ് ക്യാൻ ബി ഷെയർഡ്. ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കോൺഫ്ലിക്റ്റ് നമ്മുടെ കോൺഫ്ലിക്റ്റ് ആയിട്ട് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ലിവറിലായിരിക്കും ചിലപ്പോൾ ഗ്രോത്ത് ഉണ്ടാകും. ദെർഫോർ അത് പഠിച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ എന്ന് സ്റ്റാർട്ട് ചെയ്തു. ഞാനിവിടെ കാഷ്വലായിട്ട് പറയുന്നത്, അതായത് ഈ ടൈം പീരീഡ് എന്നാണ്, ടൈം ലൈൻ എന്നാണ് ഈ ഗ്രോത്ത് തുടങ്ങിയത്, എന്നാണ് വിശപ്പ് കുറഞ്ഞത്, എന്നാണ് ഒരു ഡൾ ഏക്കിംഗ് പെയിൻ റൈറ്റ് ഹൈപ്പോകോൺഡ്രിയത്തിൽ ഉണ്ടായത്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി. അത് അലുമിനിയത്തിൽ ഭക്ഷണം കഴിച്ചിട്ടോ, അല്ലെങ്കിൽ സ്മോക്കിന്റെ പുകയെ അടിച്ചാലോ ഈ 10 മാസം മുമ്പ്, 8 മാസം മുമ്പ്, 2 മാസം മുമ്പ് ഗ്രോത്ത് വരണമെന്നുണ്ടോ? വൈ ദേ ആർ നോട്ട് എക്സ്പ്ലെയിനിങ്? ഹൗ ദി ടൈം ലൈൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യെസ്,
10 മാസം മുമ്പ്. അന്നാണ് കോവിഡ് വന്നത്. കോവിഡ് വന്നപ്പോഴാണ് ഗൾഫിലുണ്ടായിരുന്ന 5 ലക്ഷം രൂപ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നത് തന്നെ അവിടുന്ന് പ്ലെയിൻ ടിക്കറ്റ് എടുത്തിട്ട് പറഞ്ഞു, നീ നാട്ടിൽ പോയി വെറുതെ ഇരിക്കും, എനിക്കിനി ജോലിയില്ല, കാരണം നമ്മൾ ലോജിസ്റ്റിക്സ് ആണ് അല്ലെങ്കിൽ ടൂറിസം ആണ്, കോവിഡ് വന്നു, ഇനി സ്കോപ്പ് ഒന്നുമില്ല, നീ വീട്ടിൽ പോയിരുന്നു. സോ ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റിന് വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദാറ്റ് ടൈം ലൈൻ? അതെങ്ങനെയാണ് നമ്മൾ ജനറൽ റൂളിൽ കുറച്ച് ക്യാൻസറിന്റെ കാരണങ്ങളിൽ നമ്മൾ ഒതുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്? ഇതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല, ചിന്തിപ്പിക്കാറില്ല, ചിന്തിക്കാനായിട്ട് അനുവദിക്കാറുമില്ല. ഇനി ഞാൻ ഒരു ഗ്രോത്തിന്റെ കാര്യമാണ്, അല്ലെ ഒരു നോഡ്യൂളിന്റെ കാര്യമാണ്. മൾട്ടിപ്പിൾ ഗ്രോത്ത് ഉണ്ടെങ്കിൽ, മൾട്ടിപ്പിൾ നോഡ്യൂൾസ് ലിവറിൽ ഉണ്ടെങ്കിൽ, അത് ലങ്സിലും അങ്ങനെ തന്നെയാണ് ആണെങ്കിൽ ദാറ്റ് ഈസ് എ കൺസേൺ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് അബൌട്ട് വൺ സെൽഫ്. ലങ്സിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഡ്യൂറിങ് ഹീലിംഗ് വാട്ട് ഹാപ്പൻസ്? ഇപ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു, ഹി ഗോട്ട് സം മണി ഓർ ഹി കുഡ് മാനേജ് ദാറ്റ് പർട്ടിക്കുലർ സിറ്റുവേഷൻ, അപ്പോൾ റിസോൾവ് ആവും. ഇപ്പൊ റിസോൾവ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ലിവർ പാരൻകൈമയിൽ അത് ഓൾറെഡി നമ്മുടെ 5 ബയോളജിക്കൽ ലോസ് വരുന്നതാണ്. ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ഹീലിംഗ് ദർ വിൽ ബി ഇൻവോൾവ്മെന്റ് ഓഫ് tubercular bacillus or fungus in order to facilitate the resolution. എന്താണ് റെസൊല്യൂഷൻ? ദി ഗ്രോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ മൾട്ടിപ്ലൈഡ് ആയിട്ടുള്ള ടിഷ്യൂസ് റിസോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അലുത്ത് ഇല്ലാതെയാകും. അതിനാണ് ഉപയോഗപ്പെടുത്തുന്നത് ഫംഗസിനെയും ട്യൂബർക്കുലർ ബാസിലസിനെയും. അപ്പോൾ ഈ എക്സസ് ആയിട്ടുണ്ടായ സെല്ലുകളെ എല്ലാം നമ്മൾ റിസോൾവ് ചെയ്ത് എലിമിനേറ്റ് ചെയ്ത് കളയും. അപ്പോഴെന്താണ്? ഇപ്പോൾ ആ സമയത്ത് ലിവർ സ്വെല്ലിങ് വരാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റ് ഓഫ് ഹീലിംഗ് എലിമിനേറ്റ് ചെയ്യപ്പെടുന്ന എല്ലാം അവിടെ അക്യുമുലേഷൻ ഉണ്ടാകാം. അവിടെ ഒരു ഫ്ലൂയിഡ് അത് ഡോക്ടർ ഹാമർ പറഞ്ഞിരിക്കുന്ന അനദർ ഗോൾഡൻ റൂളാണ്. എവരിവെയർ ദർ ഇസ് ഹീലിംഗ് ദർ വിൽ ബി ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഓർ ഹീലിംഗ് ടേക്സ് പ്ലേസ് ഓൺലി ഇൻ ദി ഫ്ലൂയിഡ് മീഡിയം. ഇത് നിങ്ങൾ മനസ്സിൽ കുറിച്ച് വെച്ചോളൂ. എവിടെ നീരുണ്ടോ അതിനെക്കുറിച്ച് ഒന്നുമേ പേടിക്കേണ്ട. നീര് മീൻസ് ബോഡി ഈസ് ട്രൈങ് ടു ഹീൽ. അപ്പോൾ സ്വെല്ലിംഗ് ലിവറിലും ഉണ്ടാകും. അപ്പൊ എന്ത് സംഭവിക്കും? ബിക്കോസ് ഓഫ് ദി അക്യുമുലേഷൻ ഓഫ് ദി ഫ്ലൂയിഡ് ദർ വിൽ ബി പെയിൻ. ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് മൈക്കോബാക്ടീരിയ ഓഫ് ട്യൂബർക്കുലർ ബാസിലസ് ദർ വിൽ ബി നൈറ്റ് സ്വെറ്റ്സ്. ഇതെല്ലാം നമ്മൾ GNM-ൽ അല്ലെ GSK-ൽ മാത്രം പഠിക്കുന്ന കാര്യങ്ങളാണ്. ഈ സമയത്തൊന്നും നമ്മുടെ സെല്ലുലാർ ഒരു ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ വലിയൊരു അബ്നോർമാലിറ്റി SGOT അതൊന്നും കാണാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് നിർബന്ധമില്ല. ഇനി ഈ ഹീലിംഗ് ഇന്ന രീതിയിലേ വരാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല. അപ്പൊ ചിലപ്പം അതൊരു ലിവർ ആക്സസ് ആയിട്ട് കൺവേർട്ട് ചെയ്തേക്കാം ഡ്യൂറിങ് ദി ഹീലിംഗ്. മനസ്സിലാക്കിയോളൂ. അപ്പൊ ലിവർ ആക്സസ് എവിടെയുണ്ടോ അവിടെ ഹീലിംഗ് സ്റ്റേജ് ആണ് നടക്കുന്നത്. അപ്പൊ ഹീലിംഗ് സ്റ്റേജിൽ ആക്സസ് മീൻസ് വാട്ട്? ദർ വിൽ ബി എ കളക്ഷൻ ഓഫ് പസ്. ഇനി ഈ ഒരു കളക്ഷൻ ഓഫ് പസ് ഒരു സിംഗിൾ പോക്കറ്റിലാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് കുറച്ചുകൂടെ വലുതാവാം ചിലപ്പോൾ. അങ്ങനെയാകുമ്പോൾ നമ്മൾ അതിനെ കവേൺ എന്ന് പറയും, കവേർനസ് അല്ലെ കവേൺ. അത് നമ്മൾ പിന്നെ പഠിക്കാം. അപ്പൊ ട്യൂബർക്കുലോസിസ് ഹീലിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കും. അതും പേടിക്കേണ്ടതായിട്ടില്ല എന്നാണ് ഡോക്ടർ ഹാമർ പറയുന്നത്. എന്താണ്? ദർ വിൽ ബി ഡിപ്ലീഷൻ ഓഫ് ദി ബോഡി. അപ്പോൾ എന്താണ്? കുറെ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്നിരിക്കും. നൈറ്റ് സ്വെറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഈ നൈറ്റ് സ്വെറ്റ്സ് ട്യൂബർക്കുലർ ബാസിലസിന്റെ ആക്ടിവിറ്റി നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതിനൊരു തെളിവ് കൂടിയാണ്. ഈ അവസരത്തിലൊക്കെയാണ് ട്യൂബർക്കുലർ ബാസിലസിന്റെ ഇൻവോൾവ്മെന്റ് വരുന്ന സമയത്താണ് ഈസ്റ്റേൺ സൈഡിലെ നമ്മളെല്ലാം TB രോഗികളെന്നാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെയൊക്കെ അതിനെ TB എന്ന് തന്നെ വിളിക്കും. പക്ഷെ അവരൊക്കെ വെസ്റ്റേൺ സൈഡിലുള്ളവരൊക്കെ TB ഒക്കെ കൺട്രോൾ ചെയ്ത് എല്ലാം അംഗീകരിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരതിന് അതേ സാധനത്തിന് തന്നെ അവരതിനെ ക്യാൻസർ എന്ന് വിളിക്കും. അപ്പൊ അതിൻ്റെ അത് TBയുടെ ഇൻവോൾവ്മെന്റ് വരുന്നത്. സംഗതി എല്ലാം ഒന്നാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, നമ്മുടെ പഴയ കാലം ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്തൊക്കെ, ഇൻക്ലൂഡിങ് മൈ ഗ്രാൻഡ് ഫാദർ ഹു ഡൈഡ് ഓഫ് TB ആണോ ക്യാൻസർ ആണോ ഇത് ഒരിക്കലും ഡയഗ്നോസ് ചെയ്തിരുന്നില്ല. പിന്നെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാ ഇതിന്റെ പുറകെ പോകുന്നത്? അപ്പോൾ TB ആയിട്ട് കുറച്ച് പേര് അറിയപ്പെടും. അത് ലങ് ക്യാൻസർ ആയിരുന്നു, അല്ല ലങ് TB ആയിരുന്നു. ഇതുപോലെ തന്നെയാണ് പല 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 രോഗങ്ങളെയും നമ്മളിങ്ങനെ പറഞ്ഞു അവിടെ. പിന്നെ നമ്മൾ അതിന്റെ പുറകെ പോകാറില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പൊ പേരുകൾ മാറുന്നു, എല്ലാം ഒന്ന് തന്നെ, ബയോളജി എല്ലാം ഒന്ന് തന്നെ. ഇനി നമ്മൾ അറിയപ്പെടുന്ന ചില ടേംസ് ഉണ്ട് ഇതിനോട് ചേർന്നിട്ട്. കാരണം നമ്മൾ ഡാമേജ് ആയ ഒരു ലിവർ, അതിനെക്കുറിച്ച് പേടിക്കേണ്ടെന്നാണ് GHK പറയുന്നത്. അതായത് അവിടെ ഒരു കവേൺ ഉണ്ട്. കവേൺ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു സിസ്റ്റ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട. ദാറ്റ് ഈസ് ആഫ്റ്റർ ഇഫക്റ്റ് ഓഫ് ഹീലിംഗ്. അപ്പൊ എന്താണ്?
liver cells can be regenerated. അതിന് പറയുന്ന ഒരു പേരുണ്ട് Prometheus phenomenon എന്നാണ് പറയുന്നത്. Liver cells if damaged also it can be provided we have cured that. അല്ലെങ്കിൽ അത് കോൺഫ്ലിക്റ്റ് ഫർദർ ആയിട്ട് ഹാങ്ങിങ് ആയിട്ടില്ല, അതിന്റെ കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി തീർന്നു എന്ന് പറയുന്ന സമയത്താണ് നമുക്ക് ഈ പ്രോമെത്തിയോസ് ഫിനോമിനൻ സംഭവിക്കുന്നത്. ലിവർ വൺസ് ഡാമേജ് ക്യാൻ ബി റീജനറേറ്റഡ് ആൻഡ് ബിക്കം ആസ് ഇറ്റ് വാസ് ഇൻ ദി ബിഗിനിങ്. അപ്പോൾ ആ കവേൺ എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാപ്പ്, ബിഗ് ഗ്യാപ്പ്, അത് കിഡ്നിയിലും ലങ്സിലും ഒക്കെ സംഭവിക്കുന്നതാണ് കവേൺസ്. അത് ലിവറിൽ സംഭവിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ ലിവർ സിസ്റ്റ് വരാം. അതോടുകൂടി തന്നെ പോളിസിസ്റ്റിക്, നമ്മൾ ഓവറിയിലൊക്കെ പഠിക്കുന്ന പോലെ തന്നെ പോളിസിസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസും, സിസ്റ്റ് മീൻസ് അക്യുമുലേഷൻ ഓഫ് ഫ്ലൂയിഡ്, ഇതും ലിവറിന്റെ അകത്തും സംഭവിക്കാമെന്നുകൂടെ എന്നുള്ളത് മനസ്സിലാക്കാം. ഒരു പ്രത്യേകത ഉള്ള എന്താണെന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ ഈ വാട്ടർ അക്യുമുലേഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദി ഇൻഡിവിജ്വൽ ഇറ്റ് ക്യാൻ ബി ഹ്യൂജ്. അങ്ങനെ ഹ്യൂജ് ആയിട്ടുള്ള വാട്ടർ അക്യുമുലേഷൻ വരുമ്പോൾ സംടൈംസ് ഇറ്റ് ക്യാൻ ബ്ലോക്ക് ദി ബൈൽ ഡക്ട്സ്. അങ്ങനെയുള്ള കേസുകളിൽ സീരിയസ് ആണെന്നും അത് ഇറ്റ് ക്യാൻ ബി ഓപ്പറേറ്റഡ് എന്നും ഡോക്ടർ ഹാമർ പറയുന്നുണ്ട്. കാരണം ഇറ്റ് ക്യാൻ ഗോ ടു ദാറ്റ് എക്സ്റ്റെന്റ് ദാറ്റ് ഇറ്റ് ക്യാൻ കംപ്രസ് ദി ബൈൽ ഡക്ട്സ് സോ ദാറ്റ് ദി ബൈൽ മേ നോട്ട് ഫ്ലോ ഡയറക്ട്ലി ആൻഡ് ഇറ്റ് മേ ഗെറ്റ് കംപ്രസ്ഡ്. ഇനി വേറൊന്ന് സംഭവിക്കണമെങ്കിൽ സപ്പോസ് ഇഫ് ദ പേഴ്സൺ, ഈ വ്യക്തി ഒത്തിരി ആന്റിബയോട്ടിക്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആവശ്യത്തിനുള്ള ബാങ്ക്രോപ്സ് ഉണ്ടാവാതെ വരികയും അത് ആ ഒരൊറ്റ കാരണം കൊണ്ട് ഈ പറയുന്ന ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു ഹീലിംഗ് സംഭവിക്കാതിരിക്കാനായിട്ടും വന്നു. ഇത്രയുമാണ് നമ്മൾ ബൾക്ക് ഓഫ് ദി ലിവറിനെ കുറിച്ച് പറഞ്ഞത്. നമുക്ക് ഇനി സമയം കുറവാണ്, എന്നാലും കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് വിചാരിക്കുന്നത്. ബൈൽ ഡക്ട്സിലേക്ക് പോകാം. ബൈൽ ഡക്ട്സ് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ള പടം നിങ്ങൾ വായിക്കണം, തീർച്ചയായിട്ടും എടുക്കണം. ഇപ്പൊ ഞാൻ എടുത്ത് കാണിക്കേണ്ട സമയത്ത് ദാറ്റ് ഈസ് ഗിവൺ ഇൻ റെഡ് കളർ. റെഡ് കളർ എവരിവെയർ ഉണ്ടെങ്കിൽ അതിന്റെ ഒറിജിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഹെപ്പാറ്റിക് ഡക്റ്റും ഞാൻ ഒന്നുകൂടെ പറയുവാണ്, ഈ പറയുന്ന സിസ്റ്റിക് ഡക്റ്റും കൂടെ ചേർന്നിട്ട് കോമൺ ബൈൽ ഡക്റ്റ് ആയിട്ട് അത് ഡിയോഡിനത്തിലേക്ക് വന്ന് ചേരുന്നു. അതിന്റെ ഫങ്ഷൻ എന്താണ്? ഇറ്റ് ഡൈജസ്റ്റ് ഫാറ്റ് കണ്ടന്റ് കൂടുതലുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള ബൈൽ വരികയും അതിനെ ഡൈജസ്റ്റ് ചെയ്യുകയും അതിനെ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യും. എംബ്രിയോളജിക്കലി പറയുവാണെങ്കിൽ ആ റെഡ് കളർ ഉള്ളതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് ഒറിജിനേറ്റിംഗ് ഫ്രം ദി എക്ടോഡേം. എക്ടോഡേം എല്ലാം നമ്മൾ മറ്റേ ഇൻഡസ്ട്രിയൽ സെൻട്രൽ എപ്പിത്തീലിയം എന്ന് പറയുന്ന പോലെ തന്നെ ഇത് സ്ക്വാമസ് എപ്പിത്തീലിയം എന്ന് പറയുന്ന പ്രത്യേക കാറ്റഗറിയിലുള്ള സെൽസ് ആണ് എക്ടോഡേം എംബ്രിയോളജിക്കലി പറയുമ്പോൾ ഉണ്ടാകുന്നത്. അതിന്റെ ബ്രെയിൻ കൺട്രോൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് നിങ്ങൾ അതിന്റെ പടവും നിങ്ങൾ കാണണം. അവിടെ ഒരു ടെമ്പറൽ ലോബിന്റെ ഒരു പടമുണ്ട്. അതിന്റെ മിഡിൽ ഭാഗത്ത് റൈറ്റ് സൈഡിലാണ് കൺട്രോളിങ് സെന്റർ ഓഫ് ബൈൽ ഡക്ട്സ്. നമ്മളത് പിന്നെ വിശദമായിട്ട് പറയും. ബൈൽ ഡക്ട്സ്, പാങ്ക്രിയാറ്റിക് ഡക്ട്സ്, ഇതിന്റെ എല്ലാം ഡക്റ്റ് ആയിട്ടുള്ള സെറിബ്രൽ കോർട്ടെക്സ് ഡിറൈവ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസ് സെറിബ്രൽ കോർട്ടെക്സ് കൺട്രോൾഡ് ആയിട്ടുള്ള ടിഷ്യൂസ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന റൈറ്റ് സൈഡ് ടെമ്പറലാണ്. നൗ ഇനി നമ്മൾ ആ ഫിഗറേറ്റീവ് അല്ലാതെ നമ്മൾ നോക്കുവാണെങ്കിൽ പോസ്റ്റ് സെൻസറി കോർട്ടെക്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അതായത് നമുക്കറിയാം ഫ്രോണ്ടൽ ലോബ്, മോട്ടോർ അങ്ങനെയുള്ള ഇത് വരുമ്പോൾ അതിന്റെ പോസ്റ്റ് സെൻസറി കോർട്ടെക്സ് ആണ് കൺട്രോളിങ് ദിസ് പർട്ടിക്കുലർ ബൈൽ ഡക്റ്റ്. ഓക്കെ, വേറൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഏരിയ വേർ ദി ഗോൾ ബ്ലാഡർ ആൻഡ് ദി ബൈൽ ഡക്ട്സ് ആർ കൺട്രോൾഡ് ഇൻ ദി ബ്രെയിൻ, ദാറ്റ് ഈസ് ദി കൺട്രോളിംഗ് സെന്റർ ഓഫ് എ മൾട്ടിറ്റ്യൂഡ്, എ നമ്പർ ഓഫ് ഇമ്പോർട്ടൻറ്റ് ടിഷ്യൂസ്. അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് താനും, അതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രത്യേക ഭാഗത്താണ് തന്നെ. ഏതൊക്കെയാണത്? ബൈൽ ഡക്ട്സ് മാത്രമല്ല, ഗോൾ ബ്ലാഡർ മാത്രമല്ല, സ്റ്റൊമക്കിന്റെ സ്മോൾ കർവേച്ചർ, അത് ഇന്നലെ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. പൈലോറസ്, അതെല്ലാം റെഡ് കളറിലാണ് നിങ്ങൾ പഠിച്ചത്. അതുപോലെ തന്നെ കുറച്ചുകൂടെ താഴത്തേക്ക് വരുമ്പോൾ, കുറച്ചുകൂടെ ദൂരത്തേക്ക് പോകുമ്പോൾ ഡിയോഡിനൽ ബൾബും. അതിന്റെ കൂടെ നമ്മൾ ഇനി അടുത്ത ദിവസം പഠിക്കാൻ പോകുന്നത് പാങ്ക്രിയാറ്റിക് ഡക്ട്സ്. അപ്പൊ പാങ്ക്രിയാറ്റിക് ഡക്ട്സ് ഫ്രം ദി പാങ്ക്രിയാസ്, അതും വന്ന് ചേരുന്ന ഇതേ സ്ഥലത്താണ്. ഇതിനെല്ലാം റാൻഡം ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനിലാണ്, അതിലെ ടെമ്പറൽ ലോബിലാണ്, മിഡിൽ ഭാഗത്താണ്. ഇനി അതിന്റെ എന്താണ് ബയോളജിക്കൽ കോൺഫ്ലിക്റ്റ് അഫക്റ്റിംഗ് ദിസ്? വെരി 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 ഇമ്പോർട്ടൻറ്റ്. എങ്ങനെയാണോ നമ്മൾ സ്റ്റാർവേഷൻ കോൺഫ്ലിക്റ്റ് നമ്മൾ പഠിച്ചത്, അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഒരാൾക്ക് ബൈൽ ഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ്, അതായത് ജോണ്ടിസ് എന്ന് നമ്മൾ സാധാരണ പറയുന്ന മഞ്ഞപ്പിത്തം ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു ബാക്ടീരിയയും അല്ലെങ്കിൽ ഒരു വൈറസും ആക്ട് ചെയ്യുന്നില്ല. അവിടെ ചെയ്യുന്ന കോൺഫ്ലിക്റ്റിന്റെ പേരാണ്
ടെറിട്ടോറിയൽ ആങ്കർ കോൺഫ്ലിക്ട്. നിങ്ങൾ മറന്നേക്കരുത്, ഏതെങ്കിലും ഒരു വ്യക്തി അയാളുടെ ടെറിട്ടറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂവിൽ ആങ്കർ ഉള്ളപ്പോഴാണ് ആ ആളുടെ ബോഡിയിൽ ഇനി പറയാൻ പോകുന്ന ചേഞ്ചസ് വരുന്നതും, അയാളുടെ ബോഡിയിൽ കൂടുതലായിട്ടുള്ള ഹിമോഗ്ലോബിൻ, നമുക്ക് മഞ്ഞ നിറത്തിലുള്ള ഇത് വരുന്നു, സ്ക്ലീറ യെല്ലോയിഷ് ആവുന്നു, അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ യെല്ലോയിഷ് ആവുന്നു, അയാളെ ജോണ്ടിസ് നമ്മൾ സ്റ്റാമ്പ് ചെയ്യുന്നു. ഇത് വെള്ളത്തിൽ കൂടെ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് കയറി പിടിച്ചു, ബി വൈറസ് കയറി കുത്തിവെച്ചു, സി വൈറസ്, ഇതൊന്നും അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. GSK പഠിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അത് ഫീമെയിൽസിന്, മെയിലിലാണ് ടെറിട്ടോറിയൽ ആങ്കർ, ഫീമെയിൽസിലാണെങ്കിൽ കൂടുതൽ ഐഡന്റിറ്റി കോൺഫ്ലിക്റ്റ് എന്ന് പറയും. അപ്പൊ അത് സ്പെസിഫിക് ആയിട്ടുള്ള കോൺസ്റ്റലേഷൻസിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. ഇവിടെ നമ്മൾ വളരെ വിശദമായിട്ട് ഈ ജെൻഡർ കോൺഫ്ലിക്ട്സുകൾ പറയുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ കുറേ പ്രാവശ്യം വായിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. കാരണം ഞാൻ കൺഫസ് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് വളരെ നാളെടുത്തിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും വ്യക്തമായിട്ടും എനിക്ക് മനസ്സിലായത്. സോറി, ഞാൻ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞു പോയി അറിയാതെ. വയസ്സായില് സിറം ബിൽറൂബിനാണ്, ബൈൽ പിഗ്മെന്റ്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ സ്ക്ലീറ അല്ലെങ്കിൽ സ്കിന്നൊക്കെ യെല്ലോയിഷ് ആകുന്നു. ഹീമോഗ്ലോബിന് വേണ്ടി അതിന് ബന്ധമില്ല. ഓക്കെ, അപ്പൊ ഈ വാക്ക് മറന്നേക്കരുത്. ടെറിട്ടോറിയൽ ആങ്കർ എങ്ങനെയാണോ സ്റ്റാർവേഷൻ കോൺഫ്ലിക്റ്റ് നമ്മൾ ബൾക്ക് ഓഫ് ദി ലിവറിൽ പഠിച്ച്, അതുപോലെ തന്നെ നമ്മൾ ബൈൽ ഡക്സിലേക്ക് വരുമ്പോഴത്തേക്കും ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺഫ്ലിക്റ്റ് ഓർ ദി കോൺഫ്ലിക്റ്റ് ഈസ് കോൾഡ് ടെറിട്ടോറിയൽ ആങ്കർ കോൺഫ്ലിക്റ്റ്. ടെറിട്ടറി എല്ലാവർക്കും അറിയാം. സംതിങ് എൻ്റേത് എന്ന് പറയുന്നത് എന്തും, എൻ്റെ വീട്, എൻ്റെ മുറി, എൻ്റെ ബെഡ്, അല്ലെങ്കിൽ എൻ്റെ വാർഡ്, ഇപ്പോൾ രാഷ്ട്രീയത്തിന് സമയമാണ്, അല്ലെങ്കിൽ എൻ്റെ ജില്ല, എൻ്റെ നിയോജക മണ്ഡലം, കുറച്ചുകൂടെ വിശാലമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ രാജ്യം എന്നൊക്കെ വേണേൽ പറയാം. ഇപ്പൊ അമേരിക്കയിലോ കാനഡയിലോ ഉള്ള ഒരാൾ പറയുവാണ് എൻ്റെ രാജ്യം എന്നൊക്കെ, അയാൾക്ക് ടെറിട്ടറി ആയിട്ട് സങ്കല്പിച്ചിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടായെന്നിരിക്കാം. അപ്പോൾ ഒരു വൈഡർ മീനിങ്ങിൽ നമ്മൾ പറയുവാണെങ്കിൽ നമ്മളുടെ ഈ പറയുന്ന രാജ്യത്തെക്കുറിച്ചും സംസ്ഥാനത്തെക്കുറിച്ചും വാർഡിനെ കുറിച്ചും കോൺസ്റ്റിറ്റ്യുവൻസിയെ കുറിച്ചും ഒക്കെ നമുക്ക് എൻ്റേതെന്ന് ചേർത്ത് പറയാനുണ്ട്. സാധാരണഗതിയിൽ എൻ്റേതെന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒരു കുട്ടിയെ സംബന്ധിച്ച് എൻ്റെ സ്കൂൾ, എൻ്റെ ബെഞ്ച്, എൻ്റെ ക്ലാസ് റൂം എന്നൊക്കെ പറയുന്നിടത്ത് അത് നിൽക്കും. കുറച്ചുകൂടെ വലിയ ആൾക്കാരാണ് എൻ്റെ പ്രോപ്പർട്ടി, എൻ്റെ സ്ഥലം, എൻ്റെ വീട് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അതിലേക്ക് വരും. ചിലപ്പോൾ ഈ അപ്പാർട്ട്മെന്റ്സിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലൊക്കെ താമസിക്കുമ്പോഴത്തേക്ക് പാർക്കിംഗ് ഏരിയയെ കുറിച്ച് കോൺഫ്ലിക്ട്സ് ഉണ്ടാകും, സംഘർഷം ഉണ്ടാകും. ഇതെന്റെ ഏരിയ ആണ്, നിങ്ങൾ നിങ്ങളുടെ വണ്ടി കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് പാർക്ക് ചെയ്തത്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും അവിടെ ആങ്കർ ആയിട്ട് വരുന്നതെങ്കിൽ അവിടെ ഈ പറയുന്ന സംഭവങ്ങൾ നടക്കാം. ഇനി നമ്മൾ ഗോൾ ബ്ലാഡർ ആൻഡ് ബൈൽ ഡക്സിലേക്ക് പോവുകയാണ്. ഇവിടെയും കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റിയിൽ അൾസറേഷൻ ഓഫ് ദി ഗോൾ ബ്ലാഡർ ആണ് സംഭവിക്കുന്നത്. അൾസറേഷൻ എന്ന് പറയുന്നത് ഇന്റേണൽ, എവിടെയെല്ലാമാണ് അതിന്റെ മ്യൂക്കസ് മെംബ്രെയിനുള്ള അവിടെ ഇന്റേണൽ ആയിട്ടുള്ള ഒരു അൾസറേഷൻസ് സംഭവിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദി ഗിർത്ത്, അല്ലെങ്കിൽ അതിന്റെ വൈഡനിങ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിലെ കൂടുതൽ ബൈൽ ഫ്ലോ നടക്കാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു പ്രൊവൈഡ് എനർജി ടു റിസോൾവ് ദി കോൺഫ്ലിക്റ്റ്. അതാണ് അതിന്റെ പർപ്പസ്, ബയോളജിക്കൽ പർപ്പസ്. അപ്പൊ ഇവിടെയും നമ്മുടെ സിംറ്റംസ് ഫ്രം മൈൽഡ് ടു സിവിയർ വേരി ചെയ്തേക്കാം. അത് ഹീൽ ചെയ്യുമ്പോഴെന്താണ് സംഭവിക്കുന്നത്? അവിടെയാണ് ടിഷ്യൂ വിൽ ബി റീപ്ലേസ്ഡ്. ആ സമയത്ത് ചെറിയൊരു വേദന ഉണ്ടായേക്കാം, അവിടെ ഒരു സ്വെല്ലിംഗ് ഉണ്ടായേക്കാം. അതെല്ലാം ഇതിന്റെ കൂടെ ഒരു പ്രഷർ പെയിൻ എന്നൊക്കെ പറയും. ഇറ്റ്സ് നോട്ട് വെരി സിവിയർ പെയിൻ. ഇനി സിവിയർ ആയിട്ടുള്ള വേദന ഉണ്ടാകുന്നതിന് നമ്മൾ കോളിസിസ്റ്റൈറ്റിസ് എന്നൊക്കെ പറയും, ഗോൾ ബ്ലാഡറിന്റെ കേസിലാവുമ്പോഴത്തേക്കും. Epileptocrisis is really painful. Epileptocrisis is that which happens during the healing phase. At the end എന്നോ അല്ലെങ്കിൽ during the middle എന്നോ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഉണ്ടാകുന്നു. അത് വളരെ സിവിയർ ആയിരിക്കും. ബിക്കോസ് ദാറ്റ് ഈസ് സിമുലേറ്റിംഗ്, അല്ലെങ്കിൽ അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിലുള്ളത് പോലെ തന്നെ. അതുകൊണ്ട് there will be സിവിയർ പെയിൻ. ആ പെയിൻ ക്രാമ്പിങ് ആവാം. അതിനെ നമ്മൾ ബൈലറി കോളിക് എന്ന് പറയുന്നു. അതാണ് നമ്മുടെ ബൈൽ കോളിക് അല്ലെങ്കിൽ പെയിൻ ഒക്കെ നമ്മൾ കൊണ്ട് പഠിച്ചിട്ടുള്ളത്. അത് എക്സ്റ്റെൻഡ് ചെയ്തേക്കാം, കണ്ടിന്യൂ ചെയ്തേക്കാം, ചിലപ്പോൾ മണിക്കൂറോളം നീണ്ടുന്നേക്കാം. ഇറ്റ് ക്യാൻ ഈവൻ എക്സ്റ്റെൻഡ് ടു അവേഴ്സ്, 30 hours ഒക്കെ ചിലപ്പം കണ്ടിന്യൂസ് ആയിട്ട് പോകാം. ഇതിന്റെ ബാഡ് എഫക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ദി ഫോർമേഷൻ ഓഫ് ദി ഗോൾ സ്റ്റോൺസ് ഇൻ ദി ഗോൾ ബ്ലാഡർ. ആ കണ്ടീഷനിൽ പെയിൻഫുൾ ആണ്, എസ്പെഷ്യലി വെൻ ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ ദി ഡക്സ് എക്സെട്ര.
അത് ഹീൽ ചെയ്ത് വരുന്നപ്പോഴത്തേക്ക് അത് ഓക്കെ ആയി, അല്ലെങ്കിൽ ഫങ്ഷൻ നോർമലൈസ് ആവും. ഇനി കോർട്ടിക്കൽ എപ്പിക്രൈസിസ് ഫീച്ചേഴ്സ് സാധാരണ അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും സാധാരണ ഉണ്ടാകുന്നതാണ് ഒരു സോർട്ട് ഓഫ് ഡിസീനസ്, ഒരു തലകറക്കം പോലെ ഒരു ഫെയിൻറ്റിന് ഫീലിംഗ് ഡിസീനസ് ഉണ്ടായേക്കാം. സർക്കുലേറ്ററി, കാരണം സിവിയർ കോളിക്കി പെയിൻ, ക്രാമ്പി പെയിൻ ഉണ്ടാകുന്ന സമയത്താണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. ഡിസീനസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സർക്കുലേറ്ററി ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു, ഫെയിൻറ്റിങ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു, ആബ്സെൻസ് ഉണ്ടാകുന്നു. അത് ഹൈപ്പോഗ്ലൈസീമിയാണ് അതിന് കാരണം. ബിക്കോസ് ദ ബ്രെയിൻ ലാക്സ്, ബ്രെയിൻ ഈസ് നോട്ട് റിസീവിങ് സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസ് ഡ്യൂറിങ് ദാറ്റ് എപ്പിലെപ്റ്റോഡ് ക്രൈസിസ്. അതാണ് അതിന് കാരണം. അപ്പോൾ ഏതാണ്ട് നമ്മളെല്ലാം കവർ ചെയ്തു എന്ന് വിചാരിക്കുകയാണ്. നമുക്കിതെല്ലാം കൂടെ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ 2 കാര്യത്തിലേക്ക് നമുക്ക് ഒതുക്കാം, അങ്ങനെ പറയാറില്ലേ. അപ്പോൾ ഒന്നാമത്തെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർ പാരൻകൈമ. അത് സ്റ്റാർവേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിൻ സ്റ്റെം ആണ്. അവിടെ ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി സെൽ ഗ്രോത്ത് ആണ്, അല്ലെ സെല്ലുലാർ പ്രോളിഫറേഷൻ ആണ്. ബയോടെക്സിൽ എന്താണ് സംഭവിക്കുന്നത്? ഇത് മറന്നേക്കരുത്, ടെറിട്ടോറിയൽ ആങ്കർ ആണ്. ഒരാൾക്ക് മഞ്ഞപ്പിത്തം വരുന്നു, മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നു, ഉടനെ അവിടെയുള്ള കിണറുകളിലും വെള്ളത്തിലും തോട്ടിലും എല്ലാം കൊണ്ടുവന്ന് കായം കലക്കുന്നു, എന്താണ് ക്ലോറിൻ കലക്കുന്നു. ഇങ്ങനെ ഒരു പോയിസൺ മാറ്റാൻ വേറൊരു പോയിസൺ അടിച്ചേൽപ്പിക്കുന്നു. ഇതൊക്കെയാണ് ആധുനിക കാലത്തിൽ. ഇതൊക്കെ നമുക്ക് ഈ മുറിയിൽ ഇരുന്ന് സംസാരിക്കാമെന്നല്ല, നമുക്കൊരു ഫേസ്ബുക്കിൽ എഴുതാനോ വാട്സപ്പ് യൂട്യൂബിൽ ചെയ്യാനോ ഉള്ള രീതിയിലേക്ക് നമ്മുടെ കേരളം മെച്യൂർ ആയിട്ടില്ല. അതുകൊണ്ട് നമുക്കിങ്ങനെ അണ്ടർ ദി കവർ ആയിട്ടിരുന്നിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ എല്ലാ സിംറ്റംസും ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള മാത്രമല്ല, ഏത് അവയവത്തെക്കുറിച്ച്, ഏത് രോഗത്തിന്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നതിനെല്ലാം ഒരു ബയോളജിക്കൽ പർപ്പസ് ഉണ്ടെന്നും ആ പർപ്പസ് ഡിസൈൻഡ് ആണ്, അത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക്, ആസ് ആൻഡ് വെൻ ദി ഹ്യൂമൻ ഓർഗാനിസം സ്റ്റാർട്ടഡ് എക്സിസ്റ്റിംഗ് ഇൻ ദിസ് യൂണിവേഴ്സ്, ഈ പ്രോഗ്രാംസ് എല്ലാം അവരുടെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഈ സൃഷ്ടാവായ ദൈവം ഈ ഭൂമിയിലേക്ക് മനുഷ്യനെ വിട്ടത്. അല്ലെങ്കിൽ ഈ പ്രകൃതി എന്ന് പറയുന്ന അമ്മ, മാതാവ്, പ്രകൃതി മാതാവ്, മദർ നേച്ചർ ഈ സൃഷ്ടജാലങ്ങളെ കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ 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 പ്രോഗ്രാം ഉള്ളതിനും. ആ പ്രോഗ്രാമിനെയാണ് ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം രോഗമെന്ന് വിളിച്ച് ആ രോഗത്തെ ഇല്ലാതെ ചെയ്യാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ കെമിക്കൽ മരുന്നുണ്ട്. ഫാർമ ഈസ് സഫീഷ്യന്റ് കണ്ടസ്റ്റിംഗ് ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് മെഡിസിൻസ്, ഡ്രഗ്സ്, ഫാർമ. ഇതിനു വേണ്ടിയിട്ട് ഈ ലോകത്തിൽ ഉള്ള ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് എതിരായിട്ട് മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും നിങ്ങളുടെ എങ്കിലും ആരോഗ്യം സംരക്ഷിക്കാനും ഉള്ള ആഹ്വാനമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സ്നേഹബുദ്ധിയ ഉപദേശിക്കാനുള്ളത്. ഇൻവൈറ്റ് ചെയ്യുവാണ് നിങ്ങളെ ഈ ഈ വളരെ നൂതനമായ, വളരെ വിപ്ലവകരമായ, വളരെ ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള ശാസ്ത്രം പഠിക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. അതായത് ഇവിടെ അനിത പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഈ ആശയം വന്നത്. നമുക്ക് ഈ വർഷം മനോഹരമാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വർഗീസ് ഡോക്ടറിൽ നിന്ന് കൂടുതൽ കൂടുതൽ ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും നന്ദി മുൻകൂട്ടി പറയുവാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇത് നിങ്ങൾ എന്തുമാത്രം മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നോ അന്നേരമാണ് നിങ്ങളുടെ അറിവുകൾ കൂടാൻ പോകും. അല്ലാതെ ഞാൻ മ്യൂസിക് പഠിക്കാൻ തീരുമാനിച്ചു, ഞാൻ മുറിക്കകത്തിരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ സാധകം ചെയ്യുകയാണ്, ഇല്ല, അയാൾ ഒരിക്കലും നല്ല മ്യൂസീഷ്യൻ ആവത്തില്ല, നല്ല പാട്ടുകാരനാവത്തില്ല. നിങ്ങൾ ആ പാടിയത് എവിടെയെങ്കിലും സ്റ്റേജിൽ അവതരിപ്പിക്കണം, മറ്റുള്ളവരോട് പാടിക്കൊടുക്കണം. അപ്പോൾ അവർ പറയും നല്ലതാണ്, കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, കുറച്ചുകൂടെ ശരിയാക്കാനുണ്ടെന്നൊക്കെ പറയും. ഇങ്ങനെയാണ് പാട്ട് പഠിക്കുന്നത്, ഇങ്ങനെയാണ് നീന്തൽ പഠിക്കുന്നത്, ഇങ്ങനെയാണ് പെയിന്റിങ് ചെയ്യേണ്ടത്. അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ കഴിവ്, അറിവ് നമ്മൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവർക്കും കൂടെ ഉപയോഗപ്രദമാകത്തക്ക രീതിയിൽ ഈ അറിവിനെ നമ്മൾ മാറ്റിയെടുക്കണം. അതിനുവേണ്ടിയിട്ടുള്ള ആഹ്വാനമാണ്, അതിനുവേണ്ടിയുള്ള അപേക്ഷയാണ് എനിക്ക് നിങ്ങളോട് നൽകാനുള്ളത്. പുതിയ വർഷം എന്തുകൊണ്ടും മനോഹരമാകട്ടെ. എല്ലാ ജീവജാലങ്ങൾക്കും ഉപയോഗപ്രദമാകുന്ന 2 ഡിവൈൻ സയൻസസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഡോക്ടർ ഹാമർ തന്നിരിക്കുന്ന ആ അറിവ്, അതിൻ്റെ മേലെ കെട്ടിപ്പടുക്കേണ്ട ഹോമിയോപ്പതി, ഇത് രണ്ടും കൂടെ ചേർന്നാൽ ഈ ലോകത്തിലുള്ള എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളെയും വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ ഞാൻ 3 കാര്യങ്ങൾ മാറ്റി എക്സെപ്ഷൻ ആയിട്ട് പറയുകയാണ്. ഒന്ന് ആക്സിഡന്റ് ആണ്, ഒന്ന് മാൾ ന്യൂട്രീഷൻ ആണ്, ഒന്ന് പോയിസൺ ആണ്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ രോഗത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് അതിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ചെയ്യാനുള്ള സംഗതികൾ ഈ GHKയിലും GHKയുടെ മേലെ കെട്ടിപ്പടുത്തിട്ടുള്ള ഹോമിയോപ്പതിയിലും സാധ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്വാഗതം. ഡോക്ടർ വർഗീസ്, നമസ്കാരം. നമസ്കാരം ശശി.
അതായത് നമുക്ക് ഇതിനകത്ത് ഒരു വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു രണ്ട് ഘടകമുണ്ട്. ഉദാഹരണത്തിന് ഈ ലിവർ പാരൻകൈമയുടെ കംപ്ലൈന്റ് കൊണ്ടും നമുക്ക് സിറം ബിലിറൂബിനുള്ള അഫക്ഷൻ വരുന്നവരുണ്ട്. അതുപോലെ തന്നെ ബൈൽ ഡക്റ്റിന്റെയും അല്ലെങ്കിൽ എൻഡോത്തീലിയം ഓഫ് ദി ഡക്റ്റ് വരുമ്പോഴും ഇതേ രീതിയിൽ വരുന്നുണ്ട്. അത് പക്ഷേ നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ അത്ര എളുപ്പമല്ല. കാരണം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ GSKയുടെ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഒരു CT സ്കാൻ റീഡിങ്ങിൽ കൂടി മാത്രമാണ് കൺഫേം ചെയ്യാൻ പറ്റുക. CT സ്കാൻ റീഡിങ്ങിൽ കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലിവർ പാരൻകൈമയാണെങ്കിൽ അത് ബ്രെയിൻ സ്റ്റെമ്മിലായിരിക്കും, മറ്റേതാണെങ്കിൽ അത് ടെമ്പറൽ ലോബിലായിരിക്കും. പക്ഷെ നമുക്ക് സാധാരണഗതിയിൽ എങ്ങനെ ഇതിനെ തിരിച്ചറിയാൻ കഴിയും? ഡോക്ടറുടെ അനുഭവത്തിൽ നിന്ന് എനിക്കിത് പലപ്പോഴും തിരിച്ചറിയാൻ അത്ര എളുപ്പം തോന്നിയിട്ടില്ല. വിശദീകരിക്കാമോ? ഇതിലാണ് നമ്മൾ ഈ ഡയറക്റ്റ് ബിൽറൂബിൻ, ഇൻഡയറക്റ്റ് ബിൽറൂബിൻ എന്ന് പറയുന്നുണ്ട്. അത് ആ ഒരു എന്താ പ്രോസസ്സിന്റെ പേര് മറന്നുപോയി. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കുമാണ് നമുക്കത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇതിലേക്ക് വരുന്ന ബിൽറൂബിൻ വരുന്നത്. അപ്പോൾ ഇത് ബൾക്ക്, ഞാനത് ഇവിടെ സൂചിപ്പിച്ചതാണ്. അതായത് ഈ പ്രോളിഫറേഷൻ അല്ലെങ്കിൽ സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദി പരങ്കൈമ നടന്നു കഴിയുമ്പോൾ, ബിക്കോസ് ഒരു ട്രീ പോലെയാണ് അതിന്റെ ബ്രാഞ്ചസ് ഈ ലിവർ സെൽസിന്റെ അകത്തുകൂടിയാണ് വരുന്നത്. അതുകൊണ്ട് അതിന് കംപ്രഷൻ വന്നേക്കാം. അപ്പൊ ആ കംപ്രഷൻ വന്നു കഴിഞ്ഞാലും ജോണ്ടിസ് വരാം, അല്ലെങ്കിൽ ഇത് വരാം. ഇനിയും അതിന്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ക്യാൻസർ ഹെഡ് ഓഫ് ദി പാങ്ക്രിയാസ് എന്നൊക്കെ പറയുന്നത്, അതായത് അവിടെ ബ്ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. കാരണം ആ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടീസിന് പ്രത്യേകമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ അതിനെ കാണുന്നത്. അപ്പൊ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോകാതിരുന്നത് എല്ലാവർക്കും, ഡോക്ടേഴ്സിന് അത് അറിയുകയും ചെയ്യാം, മറ്റുള്ളവർക്ക് അത് അത്രയും കോംപ്ലിക്കേഷൻ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ സൂചിപ്പിച്ചു. അതായത് പരങ്കൈമ മൾട്ടിപ്ലൈ ചെയ്താൽ ലിവർ സെൽസ്, ബൈൽ ഡക്സില് ബ്ലോക്കേജ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് പാസ് ത്രൂ ദി നോർമൽ ആയിട്ടുള്ള ഡക്സിലൂടെ വരത്തില്ല, അത് ഡയറക്റ്റ്ലി അബ്സോർബ് ചെയ്യും. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ അതിനെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്നുള്ള രീതിയിൽ, അതിന്റെ പേര് ഇപ്പോഴും മറന്നുപോയി, ഇടയ്ക്ക് വന്നായിരുന്നു, ഇപ്പോഴും മറന്നു. അങ്ങനെയാണ് ഈ സിറം ബിൽറൂബിനെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. നമ്മൾ പലപ്പോഴും CT സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് അത് കിട്ടും, അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ സൈസ് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് അത് വരുന്നത്. ഇപ്പൊ എല്ലാ കേസും സ്കാൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ CT സ്കാൻ ചെയ്തിട്ടാണ് മിക്ക കേസുകളും വരുന്നത്, പ്രത്യേകിച്ച് പറഞ്ഞു. പക്ഷെ പലപ്പോഴും അത് നമുക്ക് അവിടെ ഒരു തിരിച്ചറിയൽ സാധ്യത പലപ്പോഴും എന്നു വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ഓഫ് ദി പാൻക്രിയാസിന്റെ വിഷയം കൊണ്ടും ഒബ്സ്ട്രക്റ്റീവ് ആയിട്ടുള്ള വിഷയം കൊണ്ടും അത് കഴിഞ്ഞതിന് ശേഷം ലിവറിലേക്ക് അതിന്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ ഉണ്ടാകുന്നതും എല്ലാം നമുക്ക് CT സ്കാനിലോ അല്ലെങ്കിൽ സ്കാനിങ്ങളിലോ ഒക്കെ തന്നെ ഇത് തിരിച്ചറിയാറുണ്ട്. പക്ഷെ പിന്നെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അതാണ് ഞാൻ പങ്കുവച്ചത്. അതൊരു നോർമൽ അല്ല, ഒരു എക്സ്പ്ലെയിനബിൾ അല്ല എന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകണം. ടോട്ടലി ഇൻവെസ്റ്റിഗേഷൻ എതിരല്ല, പക്ഷെ ഞാൻ എപ്പോഴും അനലൈസ് ചെയ്തിട്ട് പലരോടും പറയുന്ന, എൻ്റെ പേഷ്യൻസിനോട് പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഇൻവെസ്റ്റിഗേഷന് പോകുമ്പോൾ അല്ലെ ലാബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻ പോയി കഴിയുമ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ഗുണത്തെക്കാളും മോശമായിട്ടാണ് പലപ്പോഴും എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് കിട്ടുന്നത്. അതായത് പുതിയ ഒരു രോഗം ഡയഗ്നോസ് ചെയ്യാനായിട്ട് പോയ ഒരാൾ എന്തായാലും ഒരു മിനിമം ഒരു 4 കൂടെ കൂട്ടിയിട്ടാണ് അയാൾ വരുന്നത്. അതിൻ്റെ അകത്ത് അവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ഫാറ്റി ലിവർ ഉണ്ടാവും അതിൻ്റെ അകത്ത്, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് 2 ലെവൽ 2 സെക്കൻഡ് ഗ്രേഡ് ഹൈപ്പർട്രോഫി ഓഫ് ദി പ്രോസ്റ്റേറ്റ് ഉണ്ടാവും, പിന്നെ റെസിഡ്യൂവൽ യൂറിൻ ഇത്ര ml ഉണ്ടാവും. ഇങ്ങനെയുള്ള കുറേ എണ്ണം കേട്ട് കഴിഞ്ഞാൽ മതി. പിന്നെ ആൾക്കാർക്ക് പിന്നെ ഭ്രാന്താണ്, ഓടി നടക്കണം. അയ്യോ, യൂറിൻ റെസിഡ്യൂവൽ യൂറിൻ ഉണ്ട്, ഞാൻ ടോട്ടൽ വോളിയം ഇത്രയുണ്ട്, അപ്പൊ അതെന്താ പ്രശ്നം? അപ്പം ഉടനെ PSA ടെസ്റ്റ്, പിന്നെ അടുത്തതായി പിന്നെ പ്രോസ്റ്റേറ്റിന്റെ ക്യാൻസർ വരെ എത്തിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പറഞ്ഞാൽ ഒത്തിരി പറയുന്നതായിട്ട്. അതുകൊണ്ട് ഞാൻ ഹോമിയോപ്പതിയിൽ അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏത് അഫോറസാന്ന് ഞാൻ മറന്നുപോയി, നമ്മളോട് ആശാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് പുറമേ കാണിക്കാത്ത ഒരു ലക്ഷണവും ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏത് ഇന്റേണൽ ഡിസീസ് ആണ്, സോക്കോൾ ഡിസീസ്, അത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ത്രൂ സിംറ്റംസ് ഉണ്ടാകും. അപ്പൊ ആ സിംറ്റംസ് ഷുഡ് ബി ദ ഡയറക്റ്റിംഗ് പോയിന്റ് ടു എൻ്റർ ഇൻ ടു ദി സ്പെസിഫിക് ആയിട്ടുള്ള കേസിലേക്ക് പോകാനായിട്ട് സഹായിക്കുന്നത്. യെസ്, ചോദിക്കാം.
28 പേരിൽ ഒരാൾ മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പം ലിവർ ഫൈബ്രോസിസിൽ വരുന്നതും കൂടെ ഒന്ന് പറയാമോ? ലിവർ ഫൈബ്രോസിസ് കോൺസ്റ്റന്റ് ഈ ലിവർ ഫൈബ്രോസിസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇതാണെങ്കിൽ അത് എന്താ പറയുക, നമ്മൾ പറഞ്ഞില്ലേ നോൺ ആൽക്കഹോളിക് സിറോസിസ് അല്ലെങ്കിൽ ആൽക്കഹോളിക് സിറോസിസ് ഒക്കെ പറയുന്നില്ലേ. അപ്പൊ സിറോസിസ് ആണ് ഈ ഫൈബ്രോസിസ് ആയിട്ട് മിക്കവാറും പറയുന്നത്. അപ്പം ഇത് രണ്ടും ഉണ്ടാകുന്നത് ഡ്യൂറിങ് ദി ഹീലിംഗ് ഫേസ് ആണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാളത്തേക്ക് ഇരിക്കുമ്പോഴാണ് അതിന്റെ നോർമൽ ടെക്സ്ചർ, നമ്മളറിയാമല്ലോ ലിവർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു 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 ലിവറി ടെക്സ്ചർ അത് മാറിയിട്ട് ഒരു ഫേം ടെക്സ്ചർ ആകുന്നതിനാണ് നമ്മൾ ഈ പറയുന്ന ഫൈബ്രോസിസ് എന്നോ അല്ലെങ്കിൽ സിറോസിസ് എന്നോ ഒക്കെ പറയുന്നത്. That is not the program of the parenchyma, but it is the program of the bile ducts. അപ്പൊ ഈ ബൈൽ ഡക്ട്സിൽ ഉണ്ടാകുന്ന ഹീലിംഗ് ഫേസിലാണ് സിറോസിസ് ഉണ്ടാകുന്നത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടത്, ആൽക്കഹോളിസവുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് വളരെ അടിവരയിട്ടിട്ട് ഡോക്ടർ ഹാമർ പറഞ്ഞിരിക്കുകയാണ് സിറോസിസിന്. അപ്പം നമ്മൾ അങ്ങനെ പറയലുണ്ട്, സിറോസിസ് അത് ആൽക്കഹോൾ റിലേറ്റഡ്. അപ്പൊ എന്താണ്, ആൽക്കഹോൾ അല്ലാത്ത കേസുകൾ വരാൻ തുടങ്ങി, ജീവിതത്തിൽ വെള്ളം കള്ള് തൊട്ടിട്ടില്ലാത്ത ആൾക്കാർ വരാൻ തുടങ്ങി, ഉടനെ പറഞ്ഞ് നോൺ ആൽക്കഹോളിക് സിറോസിസ്, ലിവർ സിറോസിസ്. അപ്പൊ അങ്ങനെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദി ഡയഗ്നോസിസ് എവറി ഡേ ഹാപ്പൻ ചെയ്യുവാണ്. യഥാർത്ഥത്തിൽ എന്താണ് റിയൽ ആയിട്ടുള്ള കാരണം എന്ന് മനസ്സിലാക്കാതെയാണ് ഇത്തരം എക്സ്പ്ലനേഷൻസ് വരുത്തുന്നത്, അല്ലെങ്കിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ഓക്കെ ഡോക്ടർ സൂര്യ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. അവിടുത്തെ കോൺഫ്ലിക്റ്റ് എന്തോ ആയിരിക്കും? കോൺഫ്ലിക്റ്റ് പറഞ്ഞല്ലോ, റിയൽ ആംഗർ. അത് മറന്നേക്കരുത്. രണ്ടെണ്ണം പ്രധാനമായിട്ട് മനസ്സിലാക്കിയാൽ മതി ലിവറിന്റെ കാര്യത്തിൽ. ഒന്ന് സ്റ്റാർവേഷൻ കോൺഫ്ലിക്റ്റ്, നമ്പർ 2 ടെറിട്ടോറിയൽ ആംഗർ. ഞാനിത് പഠിച്ചു തുടങ്ങിയ സമയത്തുണ്ടായ ഒരു കേസ് എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ വന്നതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്യാം. എനിക്ക് GNM പഠിച്ചു തുടങ്ങിയ സമയത്തായിരുന്നു. അന്ന് എൻ്റെ പേഷ്യൻ്റായിട്ട് വന്നൊരു ജോണ്ടിസുമായിട്ട് വന്നതൊരു പോലീസുകാരനായിരുന്നു. അപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് എന്താണ് നിങ്ങളുടെ ആങ്കർ എന്ന് മനസ്സിലാക്കണമെന്നുള്ള ഉറച്ച ലക്ഷ്യത്തോടുകൂടി ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളെ ദേഷ്യം പിടിപ്പിച്ചത്? എത്ര ദിവസമായി നിങ്ങൾക്ക് മൂത്രത്തിൽ മഞ്ഞ നിറവും ഒക്കെ കളർ വരാൻ തുടങ്ങിയത്? അപ്പോൾ പറഞ്ഞു, ഡോക്ടറെ അതൊരു 3 days ആയിട്ടുള്ളൂ. ഒരു മെഡിക്കൽ സയൻസിൽ എന്താണ് ഈ 3 days ഈ വൈറസിന് ഇത്ര വലിയ ബുദ്ധിമുട്ട് ഇയാളെ കയറി പിടിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അത് GNM മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഐ വാസ് വെരി ഇൻട്രസ്റ്റഡ്. അതിന്റെ ഇൻക്വിസിറ്റീവായിട്ട് ഞാൻ പോയി കണ്ടുപിടിച്ചു. അദ്ദേഹം പറഞ്ഞു, ഡോക്ടറെ എന്നെ മാത്രം അവിടെ ഞങ്ങളുടെ വളപട്ടണം എന്ന് പറയുന്ന അവിടെ ഒരു പുഴയുണ്ട്. വളപട്ടണമല്ല, അതിൻ്റെ ഇപ്പുറത്തൊരു പുഴയുണ്ട്. ആ പുഴ തോടാണ്. ആ തോടിന്റെ ആ അടിയിൽ വെള്ളിയാഴ്ച വൈകിട്ടോ ശനിയാഴ്ച വൈകിട്ടോ ഒരു ഡെഡ് ബോഡി അടിയും. അപ്പോൾ ഈ ഡെഡ് ബോഡിക്ക് പാതാവ് നിൽക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. കാരണം അത് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് ഇനി ഒരു ദിവസം മറ്റേ കഴിയോ, അങ്ങനെ എന്തോ ഒരു രാത്രി കഴിയോ, അങ്ങനെ എന്തോ ചെയ്യണം. വൈ മീ? എന്നെ എന്തിനാണ് ഇട്ടത്? എന്നോട് എന്താ ഇയാൾക്ക് ഇത്ര ശത്രുത? അയാളുടെ മുകളിലുള്ള സുപ്പീരിയർ ഓഫീസർ ഉണ്ടാവുമല്ലോ, എന്നോട് എന്തിനാണ് ചെയ്തത് എന്നാണ് അയാൾ ചിന്തിച്ചത്. അങ്ങനെയാണ് ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ബിക്കോസ് ദാറ്റ് ഇസ് ഓൾ അബൌട്ട് എ ടെറിട്ടറി. എൻ്റെ ഓഫീസ്, എൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു ഡ്യൂട്ടിയിൽ എന്തിനാണ് എന്നെ ഈ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ എന്നെ ഇട്ടത് എന്നുള്ളതാണ് അയാളുടെ ടെറിട്ടോറിയൽ ആങ്കർ ഞാൻ കണ്ടുപിടിച്ചു. ഇപ്പോഴെൻ്റെ മനസ്സിലേക്ക് വരുവാണ്. പിന്നെ ധാരാളം കേസുകൾ, ഇഷ്ടംപോലെ പിള്ളേരുടെ ഒക്കെ കേസുകളിൽ മഞ്ഞപ്പിത്തമാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ മറ്റെല്ലാ വൈറൽ രോഗങ്ങളെ കുറിച്ചും കൂടെ ഘോരഘോരം ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഒന്നും പറയാറില്ല. ഈ വേദി എനിക്ക് പറയാവുന്നതും ആയിട്ടുള്ളൊരു വേദിയായതെന്ന് പറയുകയാണ്. ഇവിടെ എല്ലാ പ്രോഗ്രാംസിലും ഇതെല്ലാം നടക്കുന്നുണ്ട്. ഞാനിപ്പം ഒന്നും മിണ്ടാറില്ല, അത് നിർത്തിവെച്ചു. ഇതൊന്നുമില്ലാതെ ഒരു സാത്വികനായ വളരെ സാധുവായ പാവപ്പെട്ട ഒരു മനുഷ്യന് പെട്ടെന്ന് ലിവർ ഫൈബ്രോസിസ് വന്നു. അയാൾക്കുള്ള ഒരു മെയിൻ ഒരേ ഒരു കംപ്ലൈന്റ് അയാൾക്ക് കുട്ടികളില്ലാതെ ഉള്ളൂ. അപ്പൊ അവർ തമ്മിൽ ഒരു പ്രശ്നങ്ങളും ഒരു കാര്യം ഒരു ആങ്കർ അവർക്കൊരു കോൺഫ്ലിക്റ്റ് ഒന്നുമില്ല. തമിഴ്നാട്ടിലെ 2 പേരാണ്. അതുകൊണ്ടാ ചോദിച്ചത്. നമുക്ക് ഈ നോൺ ആൽക്കഹോളിക്കും ആണ്. ഞാൻ സാധാരണ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. അതായത് കൂടെ കിടക്കുന്ന ഭാര്യയ്ക്ക് പോലും അറിയണമെന്നില്ല, അല്ലെങ്കിൽ കൂടെ കിടക്കുന്ന ഭർത്താവിന് പോലും അറിയണമെന്നില്ല നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന കോൺഫ്ലിക്റ്റ്. ഞാൻ നോക്കിയിട്ട് ഒരു കോൺഫ്ലിക്റ്റും കാണുന്നില്ലല്ലോ എന്ന് പേഷ്യന്റും പറഞ്ഞേക്കാം,
ഇപ്പൊ ഡോക്ടർ പറഞ്ഞല്ലോ, ഡോക്ടറും പറഞ്ഞേക്കാം, കോൺഫ്ലിക്റ്റ് ഉണ്ടായെങ്കിൽ മാത്രമേ ഈ അവസ്ഥ ഉണ്ടാകുന്നുള്ളൂ എന്ന് ഡോക്ടർ ഹാമർ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അത് കണ്ടുപിടിക്കാവുന്നതാണ് നമ്മുടെ അപ്പൊ ലക്ഷ്യം. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത്. ഡെഫിനിറ്റ് 100%. ഒന്നുകിൽ അല്ലാതെ ഒരു സ്റ്റാർവേഷൻ കോൺഫ്ലിക്റ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ ഒരു ടെറിട്ടോറിയൽ ആങ്കറിന്റെ ആയിരിക്കും അല്ലേ? ഈ ഫൈബ്രോസിസ് എന്ന് പറയുന്നത് കാരണം ഫൈബ്രസ് ആയിട്ടുള്ള ഉദ്ദേശിക്കുന്നത് സിറോസിസ് തന്നെ ആയിരിക്കാനാണ് അല്ല സാധ്യത. അല്ല അല്ല, ഫൈബ്രോസിസ് F3 അല്ല. ഫൈബ്രോസിസ് എന്ന് പറയുന്നത് ടിഷ്യൂ എത്രയുള്ളതെന്ന് നമ്മൾ പറഞ്ഞില്ലേ. ആ. നോ ഫൈബർ എലമെന്റ്, അല്ലെങ്കിൽ എന്താ പറയാ, സ്ട്രൈറ്റഡ് അല്ല, മസിൽസ്. ഫൈബ്രോസിസ് തന്നെന്ന് ഞാൻ പറഞ്ഞതാ. എങ്ങനെ? സിറോസിസ് അല്ല, ഫൈബ്രോട്ടിക് ഫൈബ്രോസിസ്. പേരുകൾക്ക് എന്ത് പേരും കൊടുക്കാമല്ലോ. ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ലിവർ സെൽസിന്റെ ഇടയ്ക്ക് ഒരു നെറ്റ്വർക്ക് പോലെ ഉള്ള ഒരു സ്ട്രൈറ്റഡ് മസിൽസോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ രണ്ട് സെൽസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഈ എന്താ പറയുക അസൈറ്റീസ് ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് അസൈറ്റീസ്? നമ്മൾ പറയുന്ന പോർട്ടൽ വെയിൻ കൺജഷൻ അല്ലെങ്കിൽ പോർട്ടൽ വെയിൻ ഒബ്സ്ട്രക്ഷൻ, ഇൻഫീരിയർ വീന കവയിലേക്ക് പോർട്ടൽ വെയിൻ പോകുന്നിടത്ത് ബ്ലോക്കേജ്, ഇതൊന്നുമല്ലെന്ന് ഡോക്ടർ ഹാമർ പറഞ്ഞിരിക്കുകയാണ്. കാരണം ഈ അബ്ഡോമിനലായിട്ടുള്ള പ്രോബ്ലം കണ്ടുപിടിക്കുന്നതോടുകൂടി ഈ ആളെ പിന്നീട് നമ്മൾ സിൻഡ്രോം എന്നാണ് പറയുക. അതായത് അക്യുമുലേഷൻ ഓഫ് വാട്ടർ, ഫ്ലൂയിഡ് അക്യുമുലേഷൻ മാത്രമാണ് പറയുന്ന അസൈറ്റിസ്. എന്തിനാണ്? ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട്. അറിയാമല്ലോ, പെരിട്ടോണിയൽ ലെയറിന്റെ അകത്ത് ഫ്ലൂയിഡ് അക്യുമുലേഷൻ വരുന്നത് ഇൻ ഓർഡർ ടു വർക്ക് ആസ് എ കുഷൻ, ഒരു കുഷനിങ് ഇഫക്റ്റ് ആണ് വരുന്നത്. അത് എന്താ പറയണ്ടേ, എന്താ മയോകാർഡിയത്തിലായാലും, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പെരിട്ടോണിയത്തിലായാലും, തൊറാക്സ് അതിലായാലും ഫ്ലൂയിഡ് എല്ലാം വരുന്നത് പ്ലൂറസി അല്ലെങ്കിൽ പെരിട്ടോണിയൽ ഫ്ലൂയിഡ് അസൈറ്റിസ്, ഇതിന്റെ എല്ലാം കാരണം ഇറ്റ് ആക്ട്സ് ആസ് എ പ്രൊട്ടക്ഷൻ, കുഷനിങ്. അറ്റാക്ക് കോൺഫ്ലിക്റ്റ് എന്നാണ് പറയുന്നത്, കൺട്രോൾഡ് ബൈ ദി സെറിബെല്ലം, അങ്ങനെയൊക്കെ. ഓക്കെ ഡോക്ടർ, അപ്പൊ ഞാൻ കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ അവരെ സഹായിക്കുക. ഓക്കെ ഓക്കെ. അല്ല, കാരണം അവർ രണ്ടുപേരും വളരെ ഐഡിയൽ കപ്പിൾസ് ആണ്. കുട്ടികളില്ല, അവര് ഇപ്പൊ ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് അയാൾക്ക് ഇത് വന്നു, അയാൾ നോൺ ആൽക്കഹോളിക്, വളരെ ഒരു ബ്രാഹ്മിൻ ആൾക്കാരാ. അപ്പോൾ വെറും വെജിറ്റേറിയൻ ഫുഡും അങ്ങനെയൊക്കെ കഴിക്കുന്ന ഒരാളാണ്. പക്ഷെ ഫൈബ്രോസിസ് വന്ന് ഇപ്പൊ 3rd സ്റ്റേജാണ്. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ധാരാളം സുഹൃത്തുക്കളും വളരെ സ്റ്റുഡിയസ് ആയിട്ടുള്ള ധാരാളം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് മിണ്ടോളൂ, അല്ലെങ്കിൽ നമുക്ക് നിർത്താം. ഡോക്ടർ സുശീല, ഡോക്ടർ അനിത സോമൻ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു GNM ടീച്ചറാണ്. വേണ്ടി അതെന്തെങ്കിലും സംസാരിക്കൂ. ഡോക്ടർ പറഞ്ഞ ശരിയാണ്. സീറോസിസ് ലിവറിന് എന്ത് വന്നാലും സ്റ്റാർവേഷൻ കോൺഫ്ലിക്റ്റ് ആൻഡ് ടെറിട്ടോറിയൽ ആങ്കർ ആൻഡ് ഐഡന്റിറ്റി കോൺഫ്ലിക്റ്റ് ആണ്. അത് നമ്മള് ആ പേഷ്യന്റ് അടുത്ത് ചോദിച്ച് എത്ര നാളായി തുടങ്ങിയിട്ട്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എന്ന് തൊട്ട് തുടങ്ങി നിങ്ങൾക്ക് ഈ അസുഖത്തിന്റെ ഒരു വിവരം അറിഞ്ഞത് എന്ന് തൊട്ടാണ്? അതിനു മുമ്പ് നിങ്ങൾക്ക് വന്ന കോൺഫ്ലിക്റ്റ്, എന്ത് സംഘർഷമാണ് നിങ്ങൾക്ക് ഉണ്ടായത്? എന്താണ്? മണിസംബന്ധമായിട്ടാണോ, പണസംബന്ധമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആണോ, അതോ ആരോടെങ്കിലും വൈരാഗ്യമോ ദേഷ്യമോ എന്തെങ്കിലും ഉണ്ടായോ, അതിൽ നിന്നുണ്ടായോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡന്റിറ്റിയെ ചലഞ്ച് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും ഉണ്ടായോ എന്ന് വ്യക്തമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പേഷ്യന്റ് പറയും. അത് പേഷ്യന്റിന്റെ അടുത്ത് നമ്മൾ ഇന്ററോഗേഷൻ നടത്തണം, ഭയങ്കരമായിട്ട് ഇന്ററോഗേഷൻ, എന്നാലേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത്. ഈ പേഷ്യന്റായിട്ട് എനിക്കൊരു 8-10 കൊല്ലം കൊണ്ട് പരിചയമുള്ള ഒരാളാണ്. അതാണെങ്കിലും ഡോക്ടറെ അങ്ങനെ കിട്ടത്തില്ല. നമ്മളെ ഈ പരിചയമൊന്നുമല്ല. കാരണം ഒരാളുടെ മനസ്സിലുള്ളത് കിട്ടണമെങ്കിൽ നമ്മൾ അവരെ പ്രൈവറ്റ് ആയിട്ട് അവരുടെ ഇന്ററോഗേഷൻസ് പ്രൈവറ്റ് ആയിട്ട് ഒറ്റയ്ക്കിരുത്തി ഇന്ററോഗേഷൻ നടത്തിയെങ്കിൽ മാത്രമേ ആ എക്സാക്ട് കോൺഫ്ലിക്റ്റ് കിട്ടത്തുള്ളൂ. ആ കോൺഫ്ലിക്റ്റ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ആ റൂബ്രിക്കിലോട്ട് എത്താനൊക്കെ ഉള്ളു. അതാണ് അതിലുള്ള ഒരു പ്രത്യേകത. ഓക്കെ ഡോക്ടർ, ഞാൻ പറഞ്ഞത് പേഷ്യന്റുമായിട്ട് അടുപ്പമുണ്ട് എന്ന് പറഞ്ഞതാണ്, അത്രേ.
പിന്നെ ഗാൾ സ്റ്റോൺ വരുമ്പോഴേ ഡോക്ടറെ എന്താണ് അതിന്റെ കോൺഫ്ലിക്റ്റ്? ഗാൾ സ്റ്റോൺ ടെറിട്ടോറിയൽ ആങ്കർ തന്നെയാണ്, പക്ഷെ അത് ആണ്. ഹാങ്ങിങ് ആണെങ്കിലാണ് നമ്മൾ ഈ സ്റ്റോൺ ഫോർമേഷൻസ് വരുന്നത്. ഓക്കെ. അപ്പൊ അവിടെ ഫിയറും കൂടെ ഉണ്ട്. എങ്ങനെ? ഫിയറും കൂടെ ഉണ്ട്. എനിക്ക് ഫിയർ ഓഫ് സ്റ്റാർവേഷൻ. എനിക്ക് നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് സ്റ്റോൺ അക്യുമുലേറ്റ് ചെയ്യുന്നതാണ്. ഇല്ല ഗോൾ ബ്ലാഡറിന്റെ അകത്ത് നമ്മൾ സ്റ്റാർവേഷൻ കോൺഫ്ലിക്റ്റിന്റെ യാതൊരു കോൺഫ്ലിക്റ്റും വരുന്നില്ല, കാരണം അത് ലിവർ സെൽസിൽ മാത്രമാണ്, ഹെപ്പറ്റോസൈറ്റ്സിൽ. അതാണ് നമ്മൾ ഈ ടിഷ്യൂ പഠിക്കുമ്പോഴുള്ള ഗുണം. നമുക്ക് ഗോൾ ബ്ലാഡർ സ്റ്റോൺസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ടെറിട്ടോറിയൽ ആങ്കർ. ഓക്കെ. നമ്മൾ അതിനെ ബാക്ക് ട്രാക്ക് എന്നാ പറയുന്നത്. ഏതാണോ സിംറ്റംസ് ഒരു പേഷ്യന്റ് പ്രകടിപ്പിക്കുന്നത്, ദെൻ വി ക്യാൻ very easily go back to the brain controlling center, and then automatically we will be led to the conflict. Okay, ആരും ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ നമുക്ക് നിർത്താം. ശ്രീകുമാർ ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ. അനിത ഡോക്ടർ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്തേക്കാം. ചെയ്യാം സാറേ. ശ്രവിച്ചതിനും പ്രതികരിച്ചതിനും ഇന്ന് കുറച്ച് ശബ്ദം സൂര്യ ഡോക്ടറും അനിത ഡോക്ടറും ശശിധരൻ ഡോക്ടറും ഒക്കെ കമന്റ് പറഞ്ഞതിൽ സന്തോഷം, നന്ദി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും പുതിയ വർഷത്തിന്റെ ആശംസകളും നേരുന്നു. താങ്ക് യു. Thank you sir. Thank you Thank for you. a Thank you, nice doctor. session. Thank you for a nice session. Thank you all. Good night.